أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടം ആൾക്കാർ ഖാലു അവർ പറയുന്നു റബ്ബുനല്ലാഹ് ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് അവർ പറയുന്നു. സുമ്മസ്തഖാമു പിന്നെ അവരതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. തതനസ്സലു അലൈഹിമുൽ മലായിക അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നിട്ടോ അല്ലാ തഖാഫു നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനു നിങ്ങൾ വ്യസനിക്കണ്ട, ദുഃഖിക്കണ്ട, വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ വഅബ്ശിറു അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ബിൽ ജന്ന സ്വർഗം കൊണ്ട്, അല്ലതി എങ്ങനെയുള്ള സ്വർഗമാണ്, കുൻതും തുഅദൂൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ആ സ്വർഗം കൊണ്ടവരെ സന്തോഷവാർത്ത അറിയിക്കും. ഇന്നല്ലദീന ഒരു കൂട്ടർ ഖാലു റബ്ബുനല്ലാഹ് അവര് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്നവർ പറഞ്ഞു. റബ്ബുനല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാവ് ആരാണ്? അല്ലാഹു ആണ്. സുമ്മസ്തഖാം പിന്നെ അതിലെന്ത് ചെയ്തു? ഉറച്ചു നിൽക്കുകയും ചെയ്തു. റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് അല്ലാഹു ആണ്, സംരക്ഷകൻ, പരിപാലകൻ, രക്ഷിതാവ് എന്നൊക്കെയാണ് നമ്മൾ എന്തിനു പറയല്? റബ്ബിന് പറയല്. എന്റെ ഇലാഹ് അല്ലാഹു ആണ് എന്നല്ല, പിന്നെന്താണ്? എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന്. ഇലാഹ് അല്ലാഹു ആണെന്ന് മനുഷ്യൻ ചിലപ്പോൾ പറഞ്ഞേക്കും, പക്ഷെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയൽ കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ച് പറയേണ്ടി വരും. നമ്മളൊക്കെ ഇലാഹ് അല്ലാഹു ആണ്, നമ്മൾ ആരാധ്യൻ അല്ലാഹു ആണ് എന്ന് നമ്മൾ സമ്മതിക്കും. റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നവൻ അല്ലാഹു ആണ്, എന്റെ പരിപാലകൻ, എന്റെ സംരക്ഷകൻ, എന്റെ രക്ഷിതാവ്. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ സ്കൂളിൽ ചേർത്തുമ്പോൾ കുട്ടിയുമായുള്ള ബന്ധം എന്താന്ന് ചോദിക്കുമ്പോൾ എന്താ ഇതിൽ രക്ഷിതാവ് എഴുതും. അതിന്റെ അർത്ഥം എന്താണ്? ഈ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടത്തി കൊണ്ടെടുക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ എന്റെ ചുമതലക്കാരൻ.
ഇതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന ആളാരാണ്? അള്ളാഹുവാണ്. റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. നമുക്കിത് പെട്ടെന്നൊന്നും അത്ര വലിയ ഇത് സാധനമായിട്ട് മനസ്സിലാവില്ല. കാരണം നമ്മൾ റബ്ബുല്ലാഹുവാണ് എന്ന് ശരിക്കും പറയുന്ന ആൾക്കാരാണ്. അല്ല, ജീവിതാണ് പറയാന്ന് പറഞ്ഞത്. നാവുകൊണ്ട് പറയായിരുന്നെങ്കിൽ അബൂജഹലും എന്തായനെ? മുസ്ലിം ആയനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും ഒരു കാണാൻ പഠിച്ചിട്ടൊന്നും എന്തില്ല, ആവശ്യമില്ല. പക്ഷെ അബൂജഹൽ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളും ഇലാഹും ഒക്കെ ആരായിട്ട് തന്നെ വേണ്ടി വരും. അപ്പൊ എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നവൻ അല്ലാഹുവാണ് എന്ന് പറയാം. ഇന്ന് സത്യത്തിൽ നമ്മൾ പറയലുണ്ട് റബ്ബ് അല്ലാഹുവാണെന്ന്. പക്ഷെ കുറച്ചപ്പുറത്തേക്കെത്തി നമ്മൾ വേറെ പറയും, എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ഒരു ഗവൺമെന്റ് ജോലി ഉള്ളത് കൊണ്ടാണ്, അന്നങ്ങനെ PSC ഒക്കെ എഴുതി കിട്ടിയോണ്ട് ഞാനിപ്പോ എന്തായിട്ടുണ്ട്, കഞ്ഞിടിച്ചു പോകുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പറയും അന്ന് ഒരു ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോ പെൻഷനൊക്കെ വാങ്ങിയിട്ട് എന്റെ മരുന്നിനും എന്റെ കാര്യത്തിനൊക്കെ ഇപ്പം കാര്യം മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ വൈ? എന്റെ കച്ചവടം നല്ലവർക്ക് നടക്കണോണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. മക്കള് 2 ആൾ ഗൾഫുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട്, കുറച്ച് തേങ്ങ ഒക്കെ വലിച്ചാണുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ റെഡിയായി പോകുന്നുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മളൊക്കെ രക്ഷിതാവായിട്ട് കാണുന്നതൊക്കെ വേറെ പലതിനെയാണ്, വസ്തുക്കളെയാണ് കാണുന്നത്. അത് തെറ്റുമ്പത്തിന് നമ്മളെ കോലൊക്കെ മാറുണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കും. അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിന് നമ്മൾ തടുത്തു നിൽക്കും. എങ്ങനെങ്കിലുമൊക്കെ ഇനി ദീനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണമെങ്കിലൊക്കെ എന്ത് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ ഉള്ളിൽ ഉറച്ചു കിടക്കുകയാണ്, ഇതില്ലെങ്കിൽ എന്റെ ജീവിതം എന്താവും. ഇതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു പറഞ്ഞത്. അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അതിൽ ഇസ്തിഖാമത്ത് കിട്ടൂല. അവസ്ഥകൾ വരുന്നതിനനുസരിച്ച് പതറും. എന്റെ കൈകാര്യകർത്താവ് അള്ളാഹുവാണ്, റബ്ബി അല്ലാഹ്, ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, എനിക്കെന്റെ റബ്ബ് മതി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്കാര് മതി, എനിക്ക് അല്ലാഹ് മതി, എനിക്കെന്റെ റബ്ബ്, എന്റെ കൈകാര്യകർത്താവാനവനാണ്, എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നവനവനാണ് എന്ന് ഉറച്ചു നിന്നു. പ്രതിസന്ധി വന്നു, അപ്പോഴും നിന്നു, അപ്പോഴും പതറിയില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ വക്കിലെത്തി. കല്ല, അവർ പറഞ്ഞു നമ്മള് ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, കല്ല ഇന്നമായ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, സയഹ്ദീൻ, അവനെനിക്ക് വഴി കാണിച്ചു തരും. എനിക്ക് വസ്തുക്കളിലല്ല പ്രതീക്ഷ, എന്റെ കയ്യിലും എന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ കയ്യിലും ആയുധങ്ങളോ അല്ലെങ്കിൽ മറുകര കടക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. അതിശക്തനും എല്ലാവിധ സെറ്റപ്പുള്ള ആള് ഫിറൗനാണ്, അവൻ എന്തു ചെയ്യാൻ പറ്റും എന്ന നിലയിൽ ഞാൻ ഭയപ്പെടുന്നൊന്നുമില്ല. എനിക്ക് ഇവന്റെ അധികാരങ്ങളോ സമ്പത്തോ അതും പേടിയില്ല, എന്റെ കൈമേൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അതും പേടിയില്ല. എനിക്ക് എന്റെ റബ്ബ് എന്ത് കാണിച്ചു തരും? സുമ്മസ്തഖാമുമാണ്. സുമ്മസ്തഖാമു, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കും, പതറൂല. ഈമാൻ വിട്ടിട്ടുള്ള വേറെ വർത്താനം ഉണ്ടാവില്ല, അള്ളാഹനെ ഒഴിവാക്കിയുള്ള പരിപാടി ഉണ്ടാവില്ല. എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരെന്നാണ്? എനിക്ക് കുട്ടീനെ നന്നാവുകയാണ്, എന്റെ കുട്ടീനെ സംരക്ഷിക്കുന്ന ആളും കുട്ടീനെ നിന്ന ആൾ തന്നെയാണ്. എന്ത് അതിനാകെ കൈ കാലൊക്കെ കഴിഞ്ഞു പോയ എങ്ങനെ കൊയ്യ? നമ്മളെന്തൊക്കെ ആണെന്ന് തോന്നുമ്പോഴാണ് ഉണ്ടാവുക. ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തുള്ള ഒരു ഉസ്താദിന്റെ, സാറിന് പള്ളിയിലൊക്കെ ഇമാമിക്കണ ഒരു സാധന ഉസ്താദ്, അയാളെ പേരക്കുട്ടീനെ, അയാളെ മകന്റെ കുട്ടീനെ ഹോസ്പിറ്റലിൽ ഇതേമാതിരി അഡ്മിറ്റായി. അങ്ങനെ ICUവിൽ ഒക്കെ ഇട്ടു. ചെറിയ കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനല്ലേ. അപ്പൊ അതിന് മഞ്ഞുണ്ട്, അതുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഓരോന്നുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു, പിന്നെ അതിന്റെ മുകളിലേക്ക് ഉള്ള പരിപാടിക്ക് ആയപ്പോ അയാൾ പറഞ്ഞു, അത് മതി, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഉത്തരവാദിത്തം ഏൽക്കൂല. എന്താണ് എന്നും ആശുപത്രിക്കാർ പറഞ്ഞൊരു വർത്താനാണ്, ഞങ്ങൾ ഉത്തരവാദിത്തം ഏൽക്കൂല. ഇല്ലേ ഓൽക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? റൂവിനെ പോകുമ്പോ പോലെ പിടിച്ചെക്കും. അപ്പൊ ഇയാൾ പറഞ്ഞു, ഈ കുട്ടി ഇതുവരെ ഒരു 8-9 മാസം എവിടെ ഉണ്ടായി?
എവിടെ ഉണ്ടെങ്കിൽ ഈ കുട്ടി ഗർഭാത്രത്തിന്. അപ്പൊ ആർക്കും എന്തില്ല, ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. അവിടുന്ന് ഇപ്പൊ ഇവിടെ പുറത്തെത്തി, ഇനിയിപ്പോ എല്ലാവരും കൂടെ ഉത്തരവാദിത്തം എടുക്കുക. ഈ കുട്ടിക്കൊരു ഉത്തരവാദി ഉണ്ട്, അവൻ നോക്കിയോളൂ പറഞ്ഞു. എന്തു ഈ കുട്ടിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. നിങ്ങളെ ഈ ഇവിടുന്നാണ്ട് കുന്നുംപടത്തുണതിന്റെ ഇടയിലുള്ള ഒരാളാണ്, ചെറുതാതെ ഉസ്താദാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഭയങ്കര പേടിപ്പിച്ചു. അയാൾ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നാലേ വരെ കൊണ്ടുവന്ന് മാഷാ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ആ കുട്ടി ഇപ്പോഴും ഉണ്ട് പറഞ്ഞു. പക്ഷേ ആ നേരത്ത് കയ്യും കാലും കഴിഞ്ഞാൽ ഒത്തും കാട്ടാൻ പറ്റില്ല. ഒരു ബോധമാണ്. മരണമുള്ള തീരുമാനിച്ചതൊക്കെ സംഭവിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ടാകുക. റബ്ബ് ആരാണ്? അബ്രാത്ത് കാബ പൊളിക്കാൻ വേണ്ടി വന്നപ്പം ആനപ്പടിയായിട്ടാണ് വന്നത്. വാദി മുഹസറിലെത്തി, അവിടെ ചെമ്പടിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ, അതിനൊരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഗുൽമാലുണ്ടാക്കിയാലേ കയറാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ട് അബ്ദുൽ മുത്തലിബായിരുന്നു അന്ന് കാബയുടെ പരിപാലകൻ. ആരാണ്? അബ്ദുൽ മുത്തലിബ്. മൂപ്പരാണ് മുത്തവല്ലി. മനസ്സിലായില്ലേ? അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾക്ക് അറിയോ? ആരാ? റസൂലിന്റെ വല്യപ്പ. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ ഇയാൾ അടിച്ചു മാറ്റിക്കൊണ്ടായി, ബോധപൂർവം പരഞ്ഞിട്ടാ കൊണ്ടായത്, അല്ലാതെ കട്ടുണ്ടായതല്ല. ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകത്തിന് ഏതാ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാളെ കുറച്ച് ഒട്ടകങ്ങളുണ്ട്, അതൊക്കെ അടിച്ചു മാറ്റിപ്പോയി. അപ്പൊ തന്നെ അവിടെ എത്തി, അബ്രാഹത്ത് അവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങനെ പോയി അബ്രാഹത്തിനോട് സംസാരിച്ചു. അബ്ദുൽ മുത്തലിബ് എന്റെ ഒട്ടകങ്ങളെ തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് ഞാൻ കാബ വിളിക്കാൻ വന്നാണ്, കണ്ടില്ല, ആനകളൊക്കെ കണ്ടില്ല ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ ഒട്ടകം തരികയാണ്. എലിയാക്ക് പെരുംചൂടായി. കാരണം കാബ വിളിക്കണമെന്ന് ഇയാൾക്ക് എന്തല്ല പ്രശ്നമല്ല. മൂപ്പർക്ക് 3-4 ഒട്ടകങ്ങളാണ് പ്രശ്നം എന്നുള്ള അർത്ഥത്തിൽ മുത്തവല്ലിക്ക്. അപ്പൊ ചൂടായപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, അന റബ്ബുൽ ഇബിൽ. ഈ സാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആ പദം പറയണം. അന റബ്ബുൽ ഇബിൽ, ഞാന് ഒട്ടകത്തിന്റെ ഉടമയാണ്, അതിന്റെ പരിപാലകൻ, അതിന്റെ കാര്യം നോക്കുന്ന ആളാണ് ഞാൻ. വലിൽ ബൈത്തി റബ്ബുൻ സയംനഉഹു, വീടിന് ഒരു റബ്ബുണ്ട്, അത് അവൻ പിറകെ തടഞ്ഞോളൂ. മനസ്സിലായ? നിങ്ങൾ മനസ്സിലായിണ്ടാവില്ല. ഞാൻ ഒട്ടകത്തിന്റെ ആളാണ്, ഇത് ഒട്ടകം എന്റേതാണ്, അത് ഞാൻ ചോദിച്ചാൽ വന്നാണ്. വീടിന്റെ കാര്യത്തിലൊന്നും എനിക്ക് അതിന് വലിൽ ബൈത്ത് റബ്ബുൻ സയംനഉഹു, വീട് റബ്ബുണ്ട്, ആ പിറകെ തടഞ്ഞോളൂ എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബിന് ഒട്ടകമായിട്ട് വന്നു. കബ്രത്ത് പറഞ്ഞു കാബയെ നമ്മൾ പൊളിക്കണം, കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഒരാളുണ്ട് കണ്ടു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് മക്കയിൽ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും ഈ മലകളുടെ അപ്പുറത്തേക്ക് പോയിക്കോളി. നമ്മളാണ് പറയാം, എല്ലാവരും കല്ലൊക്കെ എടുത്ത് റെഡ് ചെയ്യുന്നോളി, വരുമ്പോ തന്നെ എന്ത് തുടങ്ങണം? ഏറ് തുടങ്ങണം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ എല്ലാവരും മലയുടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ മാറിന്നോളി, അപ്പന ജാൻ ബച്ചാവൂ, എല്ലാവരും അവരവരെ ജീവനൊക്കെ ശ്രദ്ധിച്ചോളി, കാബന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ്ട ബേജാറാണ്ട. അബ്ദുൽ മുത്തലിബിന്റെ യക്കീനാണ് വലിൽ വഴിക്ക് റബ്ബ്. അതുകൊണ്ട് റബ്ബ് എന്നുള്ള പദം ഒരു വലിയ സംഗതിയാണ്. ഇന്ന് ആൾക്കാർക്ക് റബ്ബ് പറയുന്നത് വലിയ കുറ്റാണ്. ജാറങ്ങളെ കൊണ്ട് നടക്കൂല എന്ന് പറയല് എളുപ്പമാണ്, എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറയല് പറയുവായി അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്റെ പീഡിയനോട് നടക്കൂല, എന്റെ ഉദ്യോഗം കൊണ്ട് നടക്കൂല, എന്റെ പൈസനോട് നടക്കൂല, എന്റെ തോട്ടം കൊണ്ട് നടക്കൂല, അത് പറയാൻ ആർക്കും, അത് പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഭൂരാൻ തുടിച്ചു. മറ്റേ അതിനോട് നടക്കൂല, ഇതിനോട് നടക്കൂല, ഇതിനോട് നടക്കൂല എന്ന് അറിയില്ല എളുപ്പമാണ്. മനസ്സിലായില്ലേ? അത് പറഞ്ഞ് നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇന്നെ കൊണ്ട് നടക്കൂല എന്നാണ് ആദ്യം പറയേണ്ടത്. അപ്ന ആപ്കോ നഫീ കരോ, ലാക്കി തൽവാർ സെ അപ്നെ ആപ്കോ മാറോ. ലാ എന്നുള്ള ആ വാളുകൊണ്ട് സ്വന്തത്തിനെ ആദ്യം നശിപ്പിക്കണം, എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ഒരു കൊച്ചല്ലാവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇല്ലെങ്കിൽ നടക്കൂല, ഓൻ ഇല്ല നടക്കൂല, ഇതിവിടെ മൊത്തം ദീനെന്നെ കൊണ്ട് നടക്കുന്നത് ആരാണ്? ഞങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്നുള്ളത് ഒന്നും സംഭവിക്കില്ല, ഞങ്ങളില്ലെങ്കിൽ കുറച്ചുകൂടി സാറാവും നടക്കും. വെറുതെ ഞാൻ തോന്നണം എല്ലാവർക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്ന ആള് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് സ്വന്തത്തിനെ നിഷേധിക്കാൻ കഴിയണം, എന്നെക്കൊണ്ട് കഴിയില്ല.
മനുഷ്യൻ അവന്റെ തജ്റുബനെ, എന്തിനെ, അവന്റെ അനുഭവത്തിനെ നിഷേധിക്കാം. അവന്റെ അനുഭവത്തിനെ നിഷേധിക്കാൻ കഴിയണം മനുഷ്യന്. കാര്യങ്ങൾ നടത്തുന്ന ആൾ അല്ലാഹുവാണ്. ഇപ്പൊ ഒരു ഗുളിക കുടിച്ചു അതുകൊണ്ട് മാറി, അടുത്ത ഗുളിക കുടിച്ച് മാറണമെന്ന് ഒരു നിലനില്ല. അത് മാറ്റുന്ന ആള് ആരാണ്? അല്ലാഹുവാണ്. അതിൽ ശിവ വെച്ചപ്പോ ശിവ ഉണ്ടാവും, ശിവല്ലേ ശിവ ഉണ്ടാവില്ല. ഷാഫി അല്ലാഹുവാണ്, റബ്ബ് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെ അതൊരു പരീക്ഷണം അതിന്റെ ഒക്കെ ഉണ്ടാവും. ഇടയ്ക്ക് നല്ല സാലറി ഉള്ള ആളെ വെട്ടെടുക്ക് എന്ത് ചെയ്യും, പണിയൊക്കെ പോയി പണിയൊന്നും ഇല്ലാതാവും. അപ്പം അയാളോട് ചോദിക്കണം എന്താ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അയാൾ പതറിയാൽ പോയി, അയാൾ പതറിയാ പോയി. എനിക്ക് ജോലി എന്നല്ലാവൂ, ജോലി ഇല്ലാതെ ഇന്നെ നോക്കാൻ എന്താ നിങ്ങൾ പറയാത്ത പോയി? അള്ളാഹ്ക്ക് കഴിയും. ഗർഭാശയത്തിൽ നമ്മളെ നോക്കി അള്ളാഹ്ക്ക് പുറത്ത് വരുമ്പോൾ പാലൊന്നും അള്ളാഹ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് തരാനും അള്ളാഹുവാണ് റബ്ബ്. അതൊരു വലിയ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. വെറുതെ പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യണം? അടി ഉറച്ചിക്കണം. ഉറച്ചു നിൽക്കലെപ്പോഴാണ് മനസ്സിലാക്കണം? കുൽക്കുമ്പോഴാണ് എന്തറിയാ ഉറച്ചിനോന്നറിയില്ല. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തായാലൊന്നുമില്ല. ഒന്ന് കുലുക്കി നോക്കിയാൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ ആൾക്കാരെ കുലുക്കി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തീക്കുണ്ടത്തിന് മുന്നിൽ കുലുക്കി നോക്കി, ഭാര്യയും മക്കളെയും കൊണ്ടുപോയിടാൻ പറഞ്ഞ് കുലുക്കി നോക്കി, മകനെ അറക്കാൻ പറഞ്ഞ് കുലുക്കി നോക്കി. അപ്പോഴൊക്കെ ആര് നിന്നു? എല്ലാ നബിമാരെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. മൂസാ നബിനെ പരീക്ഷിച്ചിട്ടുണ്ട്, ഈസാ അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിൽ എന്തെല്ലാം അവസ്ഥകൾ വന്നു. ബദർ വന്നു. ബദർക്ക് നിങ്ങൾ എന്താ വിചാരിച്ചത്? ജയിച്ചതിന്റെ അടുത്തുള്ള കഥ നമ്മൾ കേൾക്കണേ. ജയിക്കുന്നതിന് മുമ്പൊരു സംഭവമല്ലേ? ഒരു കച്ചവട സംഘത്തിനെ പിടിക്കാൻ വേണ്ടി പോയ വാളും സാധനമൊന്നും ഇല്ലാതെ പോയ ഒരാൾക്കാർ വെറും മരുവും. ഇന്നും ബദറിൽ വലിയ കച്ചവടം, വലിയ ആൾക്കൂട്ടൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ നിന്നിട്ട് ആരുമില്ലാത്തൊരു സമയത്ത് നിന്നില്ല അവര്. 1000 ആൾക്കാർ വരുന്ന ആൾക്കാരുടെ ഫുൾ കപ്പാസിറ്റി അറിയാം. ആർക്ക്? അപരിചിതരായ ആൾക്കാരല്ല വരുന്നത്. അബൂജഹല് അബൂലഹബിനൊക്കെ ആർക്ക് കറക്റ്റ് അറിയാം. ഈ പാവം സഹാബക്കൾക്ക് അറിയാം. എന്നിട്ട് ഒരു നിന്നു. എവിടെങ്ങും സാഹസങ്ങളെ കുലുക്കി നോക്കിയതാണ്. എവിടെങ്ങും സാഹസങ്ങൾ ഉറച്ചു നിന്നു. സഹാബാക്കൾ ഉറച്ചു നിന്നു. അള്ളാഹു വിജയിപ്പിച്ചു. തബൂക്കിൽ ഈത്തപ്പഴം പഴുത്ത് ഭാഗമായി നിന്നു. ഈത്തപ്പഴമാണ് നിങ്ങളെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടെങ്കിൽ അവർക്ക് അനങ്ങാൻ കഴിയില്ല. കാരണം തൊട്ട് മുമ്പത്തെ കൊല്ലം ഈത്തപ്പഴം എന്തായിട്ടില്ല, അവർക്ക് വേണ്ടത്ര നിലയിൽ കിട്ടിയിട്ടില്ല. അതും കൂടി കവർ ചെയ്യാനുള്ളതാണ് ഈ വർഷം. ഫുൾ പഴുത്ത് ഭാഗമായിട്ട് നിൽക്കണം. അപ്പോഴാണ് അവരോട് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അവര് ഈത്തപ്പഴത്തിനെ കാത്തു നിന്നില്ല. ഒരു പോയി ഓരോ മുന്നിൽ എന്തൊക്കെ പണിന്റെ അറിയാം. ഈത്തപ്പഴം പഴുത്ത് താഴ്ത്തി വീണാൽ പിന്നെ ഒന്നും പറ്റൂല, മണ്ണിലൊക്കെ ആവും. രണ്ടാമത്തെ കാര്യം, ഈ ഈത്തപ്പഴം കൊണ്ട് ഷാമിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം. എന്നിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങി വരലാണ്. ഈത്തപ്പഴത്തിന്റെ മാർക്കറ്റ് മദീനയിലല്ല ഇപ്പൊ ഉള്ളത്, ഷാമിൽ കൊണ്ടുപോകണം. ഷാമിൽ കൊണ്ടുപോയാൽ ഷാമുകാർ കൊടുക്കുന്ന വിലയാണ് എന്ത് ചെയ്യല്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കൊണ്ടോട്ടിന്ന് കൊപ്പറൊക്കെ അവിടെ താങ്ങി വെച്ചിട്ട് കൊപ്പറ ബസാറിൽ കൊണ്ടുപോയാൽ ഒരാൾക്ക് നെറ്റി നോക്കിയിട്ട് വരികയാണ്, ഇത് അത്ര തരാൻ പറ്റില്ല. നമ്മൾ പത്രമൊക്കെ കണ്ടിട്ടേക്കും പോണ്, ഏത് ഇത്ര മാർക്കറ്റ് റേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കും. ആടത്ത് പോലും ഇത് ഉണങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ നെറ്റിയൊക്കെ നോക്കിയിട്ട് ഇത്രേ തരാൻ പറ്റുള്ളൂ കാരണം പിന്നെ അത് കെട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിച്ചിട്ട് എന്താ ചെയ്യല്? അതിനാട് കൊടുക്കലാണ്. അതുകൊണ്ടാണ് ആ റാഹത്തായി കൊപ്ര വണ്ടിയാൽ എന്തായാലും കൂട്ടിപ്പോയത്. മനസ്സിലായില്ല? കൊപ്ര വണ്ടിയാൽ എന്തുകൊണ്ട് കൂട്ടിയെന്ന് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാണ്, അതുകൊണ്ട് കൂട്ടിയതാണ്. ആ നെറ്റിയൊക്കലും പിന്നെ ചാക്കിന്റെ കാനും ഒരു തട്ടുണ്ട്, ഇത്ര ഗ്രാം ഇത്ര കിലോ എന്ന് പറഞ്ഞാൽ കൊക്കൊക്കെ വേണം. അതുകൊണ്ട് റാഹത്തായിട്ട് അത് കൂട്ടി. ഇല്ലേ കൊപ്ര വണ്ടിയാൽ അമ്മാതിരി സംഭവമായിരുന്നു. നീതി നെറിയുള്ള ആളുകളുടെ കാലത്ത് കല്ലായി ലോകത്തേക്ക് മരം കയറ്റി അയച്ച നാടാണ്. ലോകത്തേക്ക് വേൾഡിൽ അറിയപ്പെട്ട മരവ്യാപാരത്തിന്റെ സ്ഥലം ഇത് കല്ലായി. ഇന്നവിടെ കർമൂസി ബോർഡ് തന്നെയാണ് വെക്കുന്നത്. അടുത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ പലരും വിശ്വസിച്ചേൽപ്പിച്ചു. ഓൾക്ക് കണ്ട പടുമരൊക്കെ കയറ്റി ചളി പൂറ്റിയ മരം കണ്ടാലൊന്നും ഒരുവിധ ആൾക്കാർക്കൊന്നും എന്താവില്ല, വൈ ഇതേതാണോ അത് ഏതാണെന്ന് മനസ്സിലാവില്ല. കാരണം കുറെ കാലം വെള്ളത്തിൽ കിടന്നതാണ്. വഞ്ചിക്കാൻ തുടങ്ങി. അള്ളാഹു തആല മതി നിങ്ങളത് നിർത്താൻ. അതിനകത്ത് ഇതെന്തിനപ്പം ഞാൻ പറഞ്ഞിരുന്ന ഈ ഇരിക്കുന്ന പലയിടത്തും നിർത്താനായുണ്ട്. അല്ലാണ്ട് ഓല കൊപ്രവാണ്ടിയാലെ കൂട്ടിയെ പറയാനല്ല ഞാൻ പറയുന്നത്. അതിൽ ഏത് അവരവർ ചെയ്യുന്ന കാര്യത്തിൽ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ വമക്രു മക്റല്ലാഹ് വല്ലാഹു മാക്കിരീൻ. ആര് ചതി എടുക്കുന്നുണ്ടോ ചതിന്റെ ടോപ്പ് എടുക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര
ഹിസ്റ്റാണ്. അതുകൊണ്ട് ജനങ്ങളെ അറിവില്ലായ്മനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അപരിചിതരോട് മറ്റു വില വാങ്ങാൻ പാടില്ല. ഹൈവേന്റെ സൈഡിലുള്ള ഹോട്ടലുകാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്ത് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലാണ്ടാൽ ഓനക്ക് വേറെ വില്ലാണ്. അതൊക്കെ കുറച്ചു കാലേ നടക്കുള്ളൂ വഴി. പല ഹോട്ടലുകളും പൂട്ടിപ്പോണതിന്റെ ഉൾരഹസ്യം എന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് അതിന്റെ കാരണം. കാരണം ഇതൊക്കെ നോക്കി കണ്ടറിഞ്ഞ് നിൽക്കുന്ന ഒരാളുണ്ട്. ആരാണ്? അല്ലാഹ്. അതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞത്. അതാണ് എന്റെ പരിപാലകൻ, അവനാണ് എന്റെ സംരക്ഷകൻ, അവനാണ് എന്റെ സംരക്ഷകൻ, അവനാണ്. അത് അല്ലാഹുവാണ് സംരക്ഷകൻ എന്ന് മനുഷ്യൻ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിൽ പതറാതെ നിൽക്കുക. പ്രതിസന്ധികൾ എല്ലാ മനുഷ്യരുടെ മുന്നിലും വരും. ആ സമയത്ത് മനുഷ്യൻ പതറാതെ നിൽക്കലാണ് എന്ത്? റബ്ബ് അല്ലാഹുവാണെന്ന് പറയും. കുഴപ്പമില്ല, കച്ചവടം പോയതിന് കുഴപ്പമൊന്നുമില്ല. കച്ചവടത്തിലൂടെയാണ് എന്റെ റിസ്ക് കിട്ടുന്നത്, അതിലൂടെ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവന് ബേജാറുണ്ടാകുക. അവന് ബേജാറിനൊന്നും ആവത്തില്ല. അവനവന്റെ കാര്യങ്ങൾ അവന്റെ സിറ്റിക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇവിടുത്തെ ആന പണിയെടുത്തിട്ടല്ല എന്ത് ചെയ്യുന്നത് വൈ ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയാൻ ആന മരം വലിച്ചല്ലേ, എന്നിട്ടല്ല ആന മരം വലിച്ചാൻ പെട്ടാകും അവൻ കുടുങ്ങി. അതിന്റെ ഇഷ്ടത്തിന് തിന്നാൻ കിട്ടില്ല. കാരണം അയാൾ അതിന്റെ ബാക്കി കൂലിയും കണക്കൊക്കെ ആക്കിയിട്ടാണ് എന്ത് ചെയ്യല്, പട്ടിയും ചോറും കൊടുക്കല്. അല്ലാത്ത കാട്ടിൽ ആനക്ക് സ്വൈരവികാരത്തോടുകൂടി റാഹത്തായി തിന്നുന്നുണ്ട്. കാട്ടിൽ തിന്നാനില്ല ഞാൻ അവളോട് പറയും നിങ്ങൾ നാട്ടിക്ക് പോയിക്കോളി അറിയും. ആര് പറയി അതുകൊണ്ട് പിലാവുമെന്ന് ചക്കൊക്കെ വലിച്ച് റാഹത്തായിട്ട് തേങ്ങ വലിച്ച് റാഹത്തായിട്ട് അങ്ങനെ തിന്നോല് പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും പരിപാലിക്കുന്ന ആൾ അല്ലാഹുവാണ്. നമ്മളെ പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മളെ പരിപാലിക്കുന്നവനാരാണ്? അല്ലാഹുവാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവായിട്ടാണ് അല്ലാഹു തആല ഭൂമിക്ക് നമ്മൾ അയക്കുന്നത് തന്നെ. വായ കൊണ്ടല്ല മനുഷ്യൻ തിന്നുന്നത് ഗർഭാശയത്തിൽ. എന്തെന്നാണ്? പൊക്കിളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പൊക്കിളിന്റെ അവിടെ ഒരു കുഴിയൊക്കെ വെച്ച് സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്, മാഞ്ഞു പോകാത്ത അടയാളാക്കിയിട്ട്. എന്തടയാളായിട്ട്? ആകെ വേപ്പട്ടി നായി അടിച്ചുമ്പോൾ സൂചിക്കാനുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചിരിക്കുക ആൾക്കാരായി. ഏത് പൊക്കിള് പറഞ്ഞ നായി അടിച്ചാൽ ഇപ്പൊ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? പഴയ കാലത്തൊക്കെ ഉണ്ടായി പൊക്കിളിനാണ് എന്ത് ചെയ്യല്, സൂചക്കലി. പവും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെന്തിനാ പൊക്കിള് കുറെ കാര്യത്തിനാണ്. ഒന്ന്, നിന്റെ റിസ്ക് തന്ന വഴിയാണിത്. നീ വായിലൂടെ മാത്രമേ തിന്നുള്ളൂ എന്നൊന്നും പറയണ്ട. നിന്റെ റിസ്ക് എങ്ങനെ എത്തിക്കണം എന്ന് ആർക്കറിയാം. നിന്നെ വളർത്തിയത് ഇതിലൂടെ റിസ്ക് തന്നിട്ടാണ്, ഓർക്കണം. രണ്ടാമത്തെ, ഇത് കണക്റ്റായിരുന്നു വേറെ സ്ഥലത്ത്. എനിക്ക് ഉമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പൊക്കിളുള്ളിടത്തോളം കാലം ഉമ്മാനെ മറക്കാൻ നിങ്ങളെന്താ പറയാതെ? ഉമ്മാനെ മറക്കാൻ പറ്റില്ല. ഉമ്മാനെ മറക്കണമെങ്കിൽ പൊക്കിൾ ഒഴിവാക്കണം. നിലനിർത്തി തന്നേക്കാൻ എനിക്ക് നിന്റെ ഉമ്മയായിട്ടൊരു ബന്ധമുണ്ട്. പൊക്കിൾ കൊടി ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ? അതന്നെ. അപ്പം പൊക്കിളിലൂടെ റിസ്ക് തന്ന അല്ലാഹ് ഭൂമിക്ക് വന്നപ്പോ ആ തർത്തീവ് മാറ്റി. അപ്പത്തിനും ഉമ്മാന്റെ മാറിടത്തിൽ പാല് സംവിധാനം ചെയ്തു തന്നു. മാറിടപ്പോഴും അവിടെ ഉണ്ട്, പാലുണ്ടാവില്ല. കുട്ടി വിരലോടുകൂടി ആ കുട്ടിക്കുള്ള പാല് സംവിധാനിക്കും. അത് കൃത്യമായ സെറ്റപ്പിൽ അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ വലുതായപ്പോ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ വിചാരിക്കൽ എന്താണ്? നിങ്ങൾ എന്നോട് കാട്ടുന്ന നന്ദി കേട്ടാണ്. ഇന്നല്ലദീന ഖാലു റബ്ബന. റബ്ബൊരു വലിയ വിഷയമാണ്, ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നാളെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ പരീക്ഷണ സ്ഥലമാണ് ഇവിടെ. ചോദ്യം എവിടെയാണ്? ഖബറിലാണ്. ഖബറിലെ ചോദ്യം മൻ ഇലാഹുക എന്നല്ല, മൻ റബ്ബുക എന്നാണ് ചോദ്യം. അത് ശരിയാക്കുന്ന പണിയാണ് ഇവിടെ. ചിലരിങ്ങനെ പറയും ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. റുബൂബിയത്ത് അങ്ങനെയാണ്, ഒരു റുബൂബിയത്തെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ചില ആൾക്കാർ ഒരെന്ത് പറയില്ല, റുബൂബിയത്തെ പറയുള്ളൂ, ഉലൂഹിയത്ത് പറയില്ല. ഭൈ റുബൂബിയത്ത് ഒരു ചർച്ചന്റെ വിഷയമാണ്. റുബൂബിയത്ത് ഒരു ചർച്ചയാണ്. പതറിപ്പോണതല്ല. റുബൂബിയത്ത് ചർച്ച ചെയ്താൽ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയേണ്ടി വരും. അത് പറയാൻ പെട്ടെന്ന്. കാരണം എനിക്ക് ജോലി ഉണ്ടായിട്ടാണ് ഞാൻ ജീവിക്കണമെന്ന് വിചാരിച്ചോണ്ട് റുബൂബിയത്ത് പറയാൻ പറഞ്ഞ അവൻ കുടുങ്ങും. അതുകൊണ്ട് ഉലൂഹിയത്ത് പറഞ്ഞ കുഴപ്പമില്ല. അയാളെ കൊണ്ട് നടക്കൂല, ഇയാളെ കൊണ്ട് നടക്കൂല, കിടക്കുന്ന ആളെ കൊണ്ട് കഴിയില്ല, നിൽക്കണേ
കിടക്കുന്ന ആളെ കൊണ്ട് കഴിയൂല എന്ന് പറയാൻ എളുപ്പമാണ് പോയി. മരിച്ചവരോട് കഴിയൂല എന്ന് പറയാൻ എളുപ്പല്ലേ? ജീവിച്ചിരിക്കുന്നവരോടും കഴിയൂല എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവോ? ഇല്ലെങ്കിൽ ഇനി മനസ്സിലാകും വേണ്ട. ജീവിച്ചിരിക്കണ എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറയണ്ടേ? എന്റെ ഭാര്യനെ നോക്കണ ഞാനാന്ന് വിചാരിച്ചിരിക്കണ ചങ്ങായി എങ്ങനെ റിമൂവ് ചെയ്ത് അറിയാം? എന്റെ മക്കളെ ഞാനാ നോക്കണെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തണമെന്ന് അല്ലാഹുവാണ്. എത്ര ആൾക്കാരുണ്ട് ഞാനാണ് എന്റെ കുട്ടികളെ നോക്കണെന്നൊക്കെ പറഞ്ഞ് അള്ളാഹ് ആകട്ടെ അള്ളാഹ് ആകട്ടെ അള്ളാഹ് ആകട്ടെ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. ചിലർക്ക് സ്ട്രോക്കൊക്കെ വരും, സ്ട്രോക്ക് ഫുള്ള് തളർന്നു. പിന്നെ ആ ചെറിയ പറക്കാറ്റാത്ത മക്കളും ആ ഭാര്യയും കൂടിയിട്ടാണ് ആരെ നോക്കല്? പറയുന്നത് ഈ ഞാനെ നോക്കല്. അപ്പൊ നോക്കുന്ന ആളല്ലാവുമാണ്. അതുകൊണ്ടാണ് ഖബറിൽ ചോദിക്കുന്നത് മൻ ഇലാഹുക്കാന്ന് ചോദ്യമില്ല. എന്താ ചോദ്യം? മൻ റബ്ബുക. ഈ ഭൂമിയിൽ ആരെ റബ്ബായിട്ടായിരുന്നു കണ്ടിരുന്നത്? നിന്റെ കൈകാര്യകർത്താവ് ആരായിരുന്നു എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുന. അതുകൊണ്ട് തന്നെ നിസ്കാരം ഏറ്റവും അഹമ്മായ ഒരു പണിയാണ്, ഏറ്റവും പ്രാധാന്യമുള്ള പണിയാണ്. അവ്വലുമായി യുഹാസബിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സല. ആദ്യമായി ഖിയാമത്ത് വിചാരണ നടത്തൽ നിസ്കാരത്തിനെ പറ്റിയാണ്. ഈ നിസ്കാരത്തിന്റെ പ്രവൃത്തി ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിസ്കാരത്തിൽ ഒരാൾ അല്ലാഹു അക്ബർ കെട്ടിയാൽ, അയാൾ സനാ ഓതിയാൽ അല്ലെങ്കിൽ വജ്ജത്ത് ഓതിയാൽ, അതിനുശേഷം പിന്നെ അയാൾ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അത് ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് റുക്കൂയിൽ കെത്തിയാൽ കുനിഞ്ഞു നിന്നിട്ടോ പറയാണ് സുബ്ഹാന റബ്ബിയൽ അദീം. സുബ്ഹാന റബ്ബിയൽ അദീം, എന്റെ റബ്ബ് എന്നാണ് പറയുന്നത്. എഴുത്തിദാല് വന്നാൽ പറയല് റബ്ബന ലക്കൽ ഹംദാണ്, അവിടെയും റബ്ബനയാണ്. സുജൂദിലെത്തിയാൽ സുബ്ഹാന റബ്ബിയൽ അഅലാണ്. അതിന്റെ ഇടയിൽ ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലിയാണ്. ജിസ്കാരത്തിൽ ഉടനീളമാണ് ഓർമ്മിപ്പിക്കാണ് നിന്റെ റബ്ബാരാണ്. ഇത് റെഡിയാക്കിയിട്ട് പോകേണ്ട പണിയാണ്. അപ്പൊ ഖബറിലെത്തിയാൽ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ പറ്റും. റബ്ബി അല്ലാഹ്. അതോടുകൂടി അയാൾ പരീക്ഷ ഏകദേശം ജയിച്ചു. അയാളുടെ പരീക്ഷ ജയിച്ചു. മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ്. അതിന് ഭൂമിയിൽ എന്ത് ചെയ്യണം? എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയും വേണം. പ്രതിസന്ധികൾ വരുമ്പം ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കണം. പണിയില്ല, ഞാൻ എന്റെ പണികൊണ്ടാണ് ജീവിക്കണേന്ന് വിചാരിക്കും. അല്ലാഹു തആല പതുക്കാട് ഊരി വരും. എന്നിട്ട് എന്താ മട്ടം നോക്കും. പണിയില്ലേലും കുഴപ്പമൊന്നുമില്ല. തിന്നാൻ തരുന്ന ആരാണ്? നിങ്ങൾക്ക് പറയാനും കൂടി ധൈര്യമില്ല. എങ്ങനെ നിങ്ങൾ ആലോചിക്കാണ്? എങ്ങനെയെന്ന് ആലോചിക്കണ്ട. ഈ ഗൾഫിൽ നിന്ന് വന്ന ആളൊക്കെ ഞാൻ എപ്പോഴും നോക്കലുണ്ട്. ചിലർ ഗൾഫിൽ നിന്ന് പണിയൊക്കെ എക്സിറ്റൊക്കെ അടിച്ച് ഇവിടെ വന്നിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ഉഷാറായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ആ കൊണ്ടുവന്ന ചില്ലറ റിയാലും പിന്നെ 2 കോയിനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ പോവും. അത് കഴിഞ്ഞാൽ 2 കൊല്ലം 3 കൊല്ലം ഒന്നും കാര്യമായിട്ട് ഒരു പണിക്ക് പോകാനും കഴിയൂല, പോവില്ല. പക്ഷെ ഇവരെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിന്റെ ബില്ലടക്കൽ നടക്കുന്നുണ്ടാവും, പെരയിലെ ഇറച്ചി വാങ്ങൽ നടക്കുന്നുണ്ടാവും, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാൽ ഓൻക്കും അറിയില്ല, ഓന്റെ പെരക്കാർക്കും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടേ? അങ്ങനത്തെ ഇതിൽ തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പണി ചെന്നിട്ട് അങ്ങനെ തട്ടിപ്പോയി ചെയ്യുന്നത് എല്ലാവരും കൂടി അതിൽ അടച്ചെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പറയുവായി അടുത്തും ഒക്കെ എത്തിക്കുന്ന പണിയാണ്. നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി എത്തല്ല. ആ കുടുംബം ഇറച്ചിന്നിട്ട് കുറെ ദിവസം അതിന് ഒക്കെ ആരെ കണക്കുണ്ട്? പറയുവായി അള്ളാന്റെ കണക്കുണ്ട്. അപ്പൊ അല്ലാത്ത അതിന്റെ തർച്ചീവൊക്കെ ഉണ്ടാക്കും, കൊടുക്കവിടെ എന്നൊക്കെ പറയും. ചിലർ വെറുതെ ഇറക്കും. എന്തെങ്ങനെ ഇറക്കും? മുടാജിലൊന്നുമില്ലാതെ ചിലപ്പോൾ അറുത്തിട്ട് വാരി കൊടുക്കണമൊക്കെ ഉണ്ട് ആൾക്കാർ. അങ്ങനെ വെറുതെ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവൊക്കെ അവരൊക്കെ അടുത്തൊക്കെ എത്തും. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് റിസ്കിന്റെ ചുമതല അവനാണ്, എല്ലാത്തിനും പരിപാലനത്തിന്റെ ചുമതല അവനാണ്. കണ്ണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? അതിലൊന്നും നമുക്ക് അവകാശവാദമില്ലല്ലോ. ആകെ ചോറും ചാറിന്റെ കാര്യത്തിലും തുണിപ്പായത്തിന്റെ കാര്യത്തിലും ആർക്കും അവകാശവാദമുള്ളൂ. ബാക്കി കിഡ്നി വർക്ക് ചെയ്ത് നിൽക്കണേലോ കണ്ണിന്റെ കാര്യത്തിലോ കാലിന്റെ കാര്യത്തിൽ ഇതിനേക്കാളും വലിയ എക്സ്പെൻസ് ആണ്. ആണല്ലോ വൈ ആക്കെ വൃത്തിയാക്കി ഉണ്ടാക്കുന്ന അള്ളാഹ് നമുക്ക് ഒരു 250 ഗ്രാം ചോറ് തരാന് ഇല്ല വൈ. അതുകൊണ്ട് റബ്ബ് അല്ലാഹുവാണ്. അങ്ങനത്തെ മനുഷ്യൻ പതറൂല. ഓനെ ന്യൂനമതം പറഞ്ഞു നീ സൗദി അറേബ്യ ഒന്നായിട്ട് ഇടിഞ്ഞ് വീഴുകയാണ് പറഞ്ഞു. സൗദി അറേബ്യന്റെ റബ്ബാവുമ്പോഴേ എനിക്ക് ബേജാറാണ്ടിയുള്ളൂ.
നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. ഗൾഫ് യുദ്ധം നടക്കുന്നു, അതിനോട് ബേജാറ്. ഇനിയിപ്പോ അല്ല, ഗൾഫുകാർക്ക് എന്താ പറ്റുമെന്നുള്ള ബേജാറല്ല, പിന്നെന്താണ് പറയുവായി ഞമ്മളെ കഞ്ഞിയിൽ കല്ല് പോകല്ലോ എന്നുള്ള ബേജാറാണ്. അല്ലാണ്ട് ഗൾഫിൽ പാവം ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, ഐറ്റങ്ങൾ ഇനി എന്താവുമോ എന്നുള്ള ബേജാറൊന്നുമല്ല. പെട്രോളിന് വില കൂടും, ഡീസലിന് വില കൂടും, അതിന് വില കൂടും, ഇതിന് വില കൂടും, ഇനി അവിടുന്ന് പൈസ വരാണ്ടാവില്ല, ജോലി നഷ്ടപ്പെടും. അങ്ങനെ കബായി ഇത് മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കായിരുന്നു. ആർക്ക്? സൗദി അറേബ്യക്ക് അങ്ങോട്ട് കൊടുക്കായിരുന്നു. സൗദി അറേബ്യന്ന് അങ്ങോട്ട് കൊടുക്കായിരുന്നു. മനസ്സിലായിട്ട് നിങ്ങൾക്ക്? രാജാക്കന്മാരൊക്കെ കൊടുത്ത് കാബ പണിയാൻ തേക്ക് വരെ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ തേക്കാണെന്ന് വരെ ആൾക്കാർ ചരിത്രം പറയുന്നുണ്ട്. തായിഫിലൊരു പള്ളിയുണ്ട്, ഇത് മസ്ജിദുൽ ഹുനൂദ് എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യക്കാരെ പള്ളിയാണ്. ചിലർ പറഞ്ഞു ഉമർ ഖാദിയാണ് ഉണ്ടാക്കിയതെന്ന്, ചിലർ വേറെ ആൾക്കാരുണ്ടാക്കിയാണെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്ന ആൾക്കാരായി ആരെഞ്ഞി ഇന്ത്യക്കാരായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഓല ഉഷാറാക്കി. പിന്നെ ഓല കീഴിൽ നമ്മൾ പണിയെടുക്കാൻ വേണ്ടി പോയി. അതിനു മുമ്പ് സിംഗപ്പൂര് ഉണ്ടായിരുന്നത്. പഴമക്കാർക്കറിയാൻ മതിയോ? അന്ന് ഉടുക്ക് ഗൾഫ് പോയാലും പറയലെന്താണ്, ഓൻ സിംഗപ്പൂര് പോയിരുന്നു. എവിടെ? ഓൻ സിംഗപ്പൂര് പോയി എന്ന് അറിയില്ല. മലേഷ്യ കഴിഞ്ഞ് പോയിന്നേ ഇല്ലേ? ബർമയ്ക്ക് പോയിരുന്നു, കൊടകക്ക് പോയിരുന്നു, കൂപ്പിൽക്ക്, വയനാട്ടിക്ക് പോയി, മമ്പാട്ടിക്ക് പോയിരുന്നു. ഇവിടെയുള്ള ആളുകളൊക്കെ നിലമ്പൂര് മമ്പാടുക്കൊക്കെ. ഇപ്പൊ ആ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് ഇതൊക്കെ ആട്ടുമുട്ടൊക്കെ മാറ്റുന്ന ആളെ പേരെന്താണ്? അതുകൊണ്ട് ദുബായിൽ അല്ലെങ്കിൽ വേറുള്ള രാജ്യം പോയി എന്ന് വെച്ചാൽ നമ്മൾ ആ ബേജാറൊന്നും ഉണ്ട്. വേറുള്ള അർത്ഥത്തിൽ ബേജാറാവണം, അത് വേറെ കാര്യം. റിസ്ക്കുമായി ബന്ധപ്പെട്ട് ബേജാറാണ്ട. റാസിക്കായ അള്ളാഹ്ക്ക് ഒരു പറയുവായി ഒരു കുഴപ്പമില്ല. നമ്മൾ പേടിച്ച് ഒരു മനുഷ്യന്റെ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് അള്ളാഹ് അവനോട് പെരുമാറും. അത് അള്ളാന്റെ തർത്തീബാണ്. അനാഴ്ന്നുള്ളി അദ്ദീബി, എന്നെപ്പറ്റി അടിമ എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ. അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പോയാൽ ഗുരുവായൂർ പോയി തുലാഭാരം നടത്തിയാൽ കുട്ടിനെ കിട്ടുന്ന ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ ഓനക്ക് ആര് കൊടുക്കും? ചിലപ്പം അള്ളാഹ് കൊടുക്കും. അതിന് തുലാഭാരത്തിന്റെ അവിടുത്തെ ഗുരുവായൂരിന്റെ ബർക്കത്തുണ്ടാകുന്നൊന്നും എന്തെങ്കിലും പറയത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓന്റെ പ്രതീക്ഷ അതാണ്, അതുകൊണ്ട് അള്ളാഹ് കൊടുക്കും. എന്റെ പ്രതീക്ഷ അതാണ്, അതുകൊണ്ട് കൊടുക്കും. ഞാൻ ജോലി ചെയ്തിട്ടാണ് എന്റെ കാര്യം നടക്കണമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹു ഓന്റെ ജോലിയിലൂടെ തന്നെ ഓരോ കാര്യം നടത്തി കൊടുക്കുള്ളൂ. ഓനങ്ങനെ പണിയെടുക്കേണ്ടി വരും. പണിയെടുത്തോടുക്കണ്ട. അജി നിർത്തല്ലേ അറിയാം. ആര് പഠിച്ചം മറിച്ച് നിർത്തല്ലേ? കാരണം കുട്ടികളൊക്കെ നോക്കാനുള്ളത് അനക്കല്ലേന്ന് മനസ്സിലായില്ലേ? അജി നിർത്തല്ലേ അറിയാം. അങ്ങനെ ഉണ്ട് എത്ര ആൾക്കാരുടെ പണിയെടുക്കുന്നത്, അങ്ങോട്ട് പണിയെടുക്കാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എന്താണോ അതേപോലെ എന്ത് ചെയ്യാണ് അള്ളാഹു തആല അതേമാതിരി ആക്കി കൊടുക്കും. കാക്ക കുറുകാല് വിരുന്നാർ വരുന്ന ഒരാളെ വിശ്വാസമാണെങ്കിൽ പറയുവായി അന്ന് എവിടുന്നെങ്കിൽ ഏതെങ്കിലും ഒരാള് അവിടെ വരും. വരൂലേ? നിങ്ങൾ പറയും നിങ്ങൾ കറക്റ്റാണ് അതെന്ന് പറയും. കറക്റ്റല്ല, എന്റെ വിശ്വാസം എന്തായി? ഈ വിശ്വസിച്ചു കഴിഞ്ഞു, പിന്നെ അത് ശരിയാക്കി തരുന്ന പണിയാണ് ആർക്ക്? അതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ആൾ അള്ളാഹുവാണ്. റിസ്കിന്റെ ചുമതല ആർക്കാണ്? റസ്സാഖാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. റബ്ബുനല്ലാഹ് എന്ന് പറയൽ എല്ലാവർക്കും പറ്റും. സുമ്മസ്തഖാമൂലെത്തുമ്പോഴാണ് എല്ലാവരും എന്ത് ചെയ്യല്? പതറിപ്പോവുക. സുമ്മസ്തഖാമു, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഉറച്ചു നിന്നാൽ നമസ്കാരത്തിൽ ഫുള്ള് റബ്ബുനല്ലാഹ്, റബ്ബി അല്ലാഹ്. ഖബറിലെത്തിയാലും ചോദിക്കേണ്ടത് അതാണ്. അതിനോട് വിജയിച്ചു കഴിഞ്ഞാൽ ആരോട് വിജയിക്കും. അപ്പൊ അത് ശരിയാക്കുന്ന പണിയാണ് നമുക്ക്. ഇത് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവൂല. നമുക്ക് കാരണം അത്രത്തോളം നമുക്ക് യക്കീനായി കിടക്കാണ്. നമ്മൾ ഇതിനെതിരിൽ കേൾക്കില്ല. നമ്മൾ ഇതിനെതിരിൽ എന്ത് ചെയ്യില്ല? കേൾക്കില്ല, പറയലുമില്ല. എന്നെ കൊണ്ട് നടക്കൂല എന്ന് ഒരാൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾക്കൊരു ബേജാറുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇയാൾക്ക് ബേജാറാണ്. എന്റെ മക്കളെ കാര്യം എന്താവും, എന്റെ പേരക്കുട്ടികളെ കാര്യം എന്താവും എന്നൊക്കെ ബേജാറാണ് മനുഷ്യന്മാരുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരുടെ ഇപ്പോഴും 75-ാമത്തെ വയസ്സിലും പേരക്കുട്ടിക്ക് വേണ്ടി പേര നനച്ചുകൊണ്ടിരിക്കുന്ന വല്യപ്പാരുണ്ട്. ഞാനെ കയറിയില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മേക്കൽ അങ്ങനെ നടക്കുകയല്ലോ. അങ്ങനെ നടക്കും. അള്ളാഹു അങ്ങനെ വിടും ചെയ്യും. നമ്മളെ കാര്യം തന്നെ ഒരു ഉറപ്പില്ല. പിന്നല്ലേ നമ്മളെ
മക്കളെ കാര്യം, പിന്നല്ല വേറെ കുട്ടികളുടെ കാര്യം. അതുകൊണ്ട് ഈ മനുഷ്യൻ ആഖിറത്തിൽ നിന്ന് തടയപ്പെടുകയാണ്. ഇയാൾക്ക് നിസ്കരിക്കാൻ ഒഴിവില്ല, ഇയാൾക്ക് ദീനിന്റെ കാര്യത്തിൽ സമ്പത്ത് ചെലവാക്കാൻ ഒഴിവില്ല, ഒന്നിനും ഒഴിവില്ല. സഹാബകൾ റളിയല്ലാഹു അൻഹും മജ്മഈൻ ഓർക്ക് ഫുൾ യഖീനായിരുന്നു. അതുകൊണ്ടാണ് ജാഫർ റളിയല്ലാഹു അൻഹു വീട്ടിൽ അബ്ദുള്ള, മുഹമ്മദ്, ഔൻ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ മക്കള്, വലിയ മക്കളൊന്നല്ല, ചെറിയ ചെറിയ മക്കളിട്ടിട്ട് ധൈര്യസമേതം നബിതങ്ങൾ ശാസനങ്ങളെ വാക്കുണ്ട്. ആദ്യം സെയ്ദ് ബിൻ ഹാരിസ് കൊടി പിടിക്കട്ടെ, അദ്ദേഹം ഷഹീദാകുകയാണെങ്കിൽ ജാഫർ ബിൻ അബീ താലിബ് പിടിക്കട്ടെ, അദ്ദേഹം ഷഹീദാകുകയാണെങ്കിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ പിടിക്കട്ടെ, അദ്ദേഹം ഷഹീദാകുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഒരു യഹൂദി കേട്ടിട്ട് പറഞ്ഞു ഇത് മൂന്നും എന്തായാലും, കാരണം നബിമാരുടെ പ്രവചനങ്ങൾ സത്യാവലിൽ പറഞ്ഞു. യഹൂദിക്ക് വിശ്വാസമുണ്ട്, പിന്നെ സഹാബാക്കളുടെ കാര്യത്തിൽ എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക? എന്നിട്ട് വീട്ടിൽ നിന്ന് കരയാതെ ഇറങ്ങിപ്പോയല്ലോ ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും ഇറങ്ങിപ്പോയില്ലേ? ഈ ചെറിയ മക്കളെ കണ്ട് എവിടുക്കാ മനുഷ്യൻ പോവാ? എന്നിട്ട് എന്തേ അബ്ദുള്ള, മുഹമ്മദ്, ഔൻ ഒരു പരാജിതരായോ? ഒരു പരാജിതരായിട്ടില്ല, ഒരു പരാജിതരായിട്ടില്ല. കാരണം ജാഫർ റളിയല്ലാഹു അൻഹു അറിയാം, ഇന്നെ നോക്കണ അല്ലാഹുവാണ് ഓരോ നോക്കണത്. ഞാനല്ല ഒരാള് ഇതുവരെ എന്നെ ബാഹ്യമായി സഭവാക്കി അല്ലാഹു എന്റെ മക്കളാക്കി ചെന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കാര്യം മൊത്തം നോക്കണ ആരാണ്? ഓരല്ല എന്റെ കാര്യം നോക്കുന്നത് പോലെ. അതുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാരിന്ന് പൈസ കൊണ്ടേ കൊടുത്ത അദ്ദേഹം അമീനാണ്. സുബൈറുൽ അവ്വാം റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാവരും പൈസ എടുത്ത് അമാനത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അമാനത്ത് വേണ്ടാന്ന്, എനിക്ക് സൂക്ഷിക്കാനൊന്നും കഴിയില്ല, കടം തന്നാലേ തന്നെ സൂക്ഷിക്കണം, ആവശ്യമുള്ളവരൊക്കെ കടം തരാം, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തിരിച്ചു തരണ്ടേ. അങ്ങനെ വാങ്ങാൻ കൊടുക്കുക. അള്ളാന്റെ മാർഗത്തിൽ ഇത്ര ചെലവഴിച്ച ഒരു സഹാബിയൻ. എത്രത്തോളം പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബൈർ നിന്റെ ചെലവഴിക്കൽ കുറച്ച് ആരാ പറഞ്ഞാറ് നിങ്ങൾക്ക്? ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ എമ്മര് കൊടുക്കലയിക്കും. അങ്ങനെ കൊടുത്തു. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയമാകുമ്പോൾ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വാങ്ങിയോടത്, കൊടുത്തവര്, കിട്ടാനുള്ളത്, അത് കടം കൊടുത്തത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മരിക്കാൻ സമയത്ത് അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, അബ്ദുള്ള എന്ന് പറഞ്ഞ. ആ ഒരു കാലഘട്ടത്തിൽ കുറെ അബ്ദുള്ളമാരുണ്ട്. മസ്ജിദ് നബവി വന്നാൽ ഒരു അബ്ദുള്ള എന്ന് വെച്ചാൽ കുറെ ആൾ തിരിഞ്ഞൊക്കെ ഉണ്ടാവും. അബ്ദുല്ലാഹിബിൻ ഉമർ ഉണ്ട്, അബ്ദുല്ലാഹിബിൻ അംറുബിൻ, അബ്ദുല്ലാഹിബിൻ ജാഫർ ഉണ്ട്, അബ്ദുല്ലാഹിബിൻ സുബൈർ ഉണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ കുറെ ഇബിൻ ഉമർ, ഇബിൻ അബ്ബാസ്, ഇബിൻ മസൂദ് ഒക്കെ അബ്ദുള്ളനെ. അത് തിരിച്ച് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇബിൻ മസൂദ് പറഞ്ഞത്, വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇബിൻ അബ്ബാസ്. ഒക്കെ അബ്ദുള്ളമാരാണ്. കാരണം ഇതിന്റെ ശാസനങ്ങൾ പറഞ്ഞു അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുള്ള വ അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് പേരിൽ ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുള്ള അബ്ദുറഹ്മാനാണ്. പാട്ട് ഇടൽ തുടങ്ങി. എന്ത് നമ്മളാണ് പറയുന്നത്, ആ മാലിൽ ഒരാൾക്കുണ്ട് ആ പേര്, അതുകൊണ്ട് അത് വേണ്ടെന്നറിയും. ആ മാലില് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പൊ എന്റെ കണക്കൊക്കെ അവിടെ ഉണ്ട്, ഇപ്പൊ എന്റെ എത്ര എങ്ങനെ സ്വത്തുക്കളും ഉണ്ട്, കിട്ടാനും ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് ഇപ്പൊ എന്റെ കടം തീർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. മരിക്കാൻ സമയത്തോ ഒക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞു, അഥവാ എന്റെ കടം കൂടുകയും എനിക്ക് വരവ് കൊടുക്കാനുള്ള വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണെങ്കിൽ മൗല സുബൈറിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മകൻ ചോദിച്ചു, അവന്റെ ഏതോ പാർട്ട്ണറോ, നമ്മൾ ഈ മൗല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഭാഷ പറയണ ബോസ് എന്നർത്ഥം. ബോസിനോട് ചോദിച്ചാൽ മതി പറഞ്ഞാല് വേറെ ആരോ ഒരു ബോസ് ഉണ്ട് എന്നുള്ളത്. അപ്പം മോൻ ചോദിച്ചു, ആരാണ് നിങ്ങളെ മൗല എന്ന് ചോദിച്ചു. അവർ എന്റെ മൗല അള്ളാഹു ആണെന്ന് പറഞ്ഞു. അൻത മൗലാന, നീ എന്റെ മൗല അള്ളാഹു ആണ്, ഈ അള്ളാഹിനോട് മൗല സുബൈർ എന്ന് വിളിച്ചാൽ മതി. നമ്മളൊക്കെ പറഞ്ഞ മാതിരി എന്റെ പേര് പറഞ്ഞാൽ മതി, ഇത് അവിടുന്ന് വാങ്ങിയോണ്ടി പറഞ്ഞാല് നമ്മൾ അറിയുന്ന ആൾക്കാർ കൊടുക്കല്ലോ. അള്ളാഹുവായിട്ട് അത്ര ബന്ധാണ് ഇത് കൊടുത്തിട്ടേ. അങ്ങനെ വാപ്പ മരിച്ചു, സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായി. മകൻ കണക്കൊക്കെ ഒന്ന് നോക്കി, അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ജാഫർ. ജാഫർ ദേവൻ വഫാത്തായിട്ടുണ്ട്. ജാഫർ ദേവന്റെ മകൻ അബ്ദുള്ള വാപ്പക്ക് 1,00,000 ദീനാർ കൊടുക്കാണ്ട്. അപ്പൊ വഴിന്ന് അബ്ദുല്ലാഹിബിൻ ജാഫറിനെ കണ്ടപ്പോൾ ചോദിച്ചു, അബ്ദുള്ള ഇതിന്റെ ഇപ്പൊക്കെ 1,00,000 ദീനാർ കൊടുക്കാണ്ടെന്ന് ഇപ്പൊ എന്റെ കണക്കിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിബിൻ ജാഫർ ഈ പാവം യതീമുകളാക്കി പോയ വാപ്പന്റെ മകനാണിത്, അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നേ. അബ്ദുല്ലാഹിബിൻ ജാഫർ അല്ലാന്റെ മോൻ അബ്ദുള്ള പറഞ്ഞു, അതിനെന്താ അബ്ദുള്ള, രണ്ടാളും അബ്ദുള്ളമാരാണ്.
അതിനെന്താ അബ്ദുള്ള, എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് ചോദിച്ചോ, ഞാൻ തരാം, അപ്പം വേണമെങ്കിൽ ഇപ്പം തരാം, പിന്നാണെങ്കിൽ പിന്നെ തരാം. അവരല്ല, ഞാൻ സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ, ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞു. ഈ ബുക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അങ്ങനെ നോക്കിയപ്പോഴാണ്, പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് 1,00,000 ദീനാർ വാപ്പ ആർക്ക് കൊടുക്കാനുള്ളതാണ്? അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന് കൊടുക്കാനുള്ളതാണ്. ആകെ ഓടി വന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, എടാ എന്നോട് മാറിപ്പോയതാണ്, വാപ്പ നിങ്ങൾക്ക് തരാനുള്ളതാണ്. ഇതാർക്കറിയാം? ആർക്കറിയായി? അബ്ദുല്ലാഹി ഇബ്നു ജാഫർ അറിയാം. 1,00,000 കൂടി വാങ്ങി കിട്ടിയാൽ നന്നായി വിചാരിച്ചിരിക്കുകയാണ്. ആര് വൈ? അബ്ദുല്ലാഹി ഇബ്നു ജാഫർ. അല്ലാണ്ടത് അറിയാഞ്ഞിട്ടല്ല. നമ്മളാണ് പറയും വാണ്ടില്ലെങ്കിൽ നമ്മൾ പറയും നല്ല നോക്കിയേണ്ടി, ഒന്നുകൂടെ നല്ലപോലെ കണ്ണൂർന്നൊന്ന് വായിച്ചേണ്ടി, നല്ല ഈ ചെയ്തൊന്നും വേണ്ട, ഇതൊന്ന് വായിച്ചു നോക്കേണ്ടിന്നെങ്കിലും പറയും. അദ്ദേഹം ഒന്നും പറയില്ല, ഇനി വേണമെങ്കിൽ ഇനി തരാന്നാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വാപ്പ നിങ്ങൾക്ക് തരാനുള്ളതാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ പറഞ്ഞു, അത് ഞാൻ എന്റെ വാപ്പക്ക് വേണ്ടി പൊരുത്തപ്പെട്ടു. ഇന്നത്തെ 1,00,000 ദീനാറല്ലോ, അന്നത്തെ പൊരുത്തപ്പെട്ടു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ പറഞ്ഞു അത് വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറഞ്ഞു അത് വേണ്ട, എന്റെ ഒപ്പക്ക് ഞാൻ തരാം, ഒരു തരിശുഭൂമിന്റെ ഒരു യുദ്ധത്തിൽ കിട്ടിയേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ. ഇഷ്ടമാണ്, അങ്ങനെ തന്നാളെന്ന് പറഞ്ഞു. അതിൽ വിലയും കാര്യമൊന്നുമല്ല, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അവിടെ പോയിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു പോയി നിസ്കരിച്ച് 2 റക്അത്ത്. ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പം, എന്നിട്ട് ആ കൂട്ടത്തിൻ്റെ വൃത്തിനോട് പറയും ഇവിടെ ഒന്ന് കുയിക്കെന്ന് ഇറങ്ങി. അവിടെ ഒരു കുയിച്ചപ്പാടുന്ന് വെള്ളം വന്നു. എന്നുവെച്ചാൽ ഓല പൈസന്റെ നോട്ട് മെഷീൻ അല്ലല്ലത്, ഓല ഖജനാവിന്റെ ഉടമസ്ഥൻ ഓല കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുയിക്കുന്നത്. അവിടെ കുയിച്ചു, അവിടെ വെള്ളം കണ്ടു. വെള്ളം കാണാത്തതല്ല, 2 റക്അത്ത് നിസ്കരിച്ചു വെള്ളം കിട്ടി. അബ്ദുൽ ജാഫർ റളിയല്ലാഹു അൻഹു എന്നോ മരിച്ചിട്ടുണ്ട്. മക്കൾക്ക് അല്ലാഹു പിന്നെ കൊടുത്ത അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് മക്കള് നോക്കണ ഞാനാന്ന് വിചാരിച്ചിട്ടാണ് ഈ നമുക്കൊന്നും അള്ളാഹുവിനോട് അടുക്കാൻ നേരം കിട്ടാത്തത്. നിങ്ങളാട് വിട്ടേക്ക്. മക്കളെ കാര്യം ആര് നോക്കും? അതിന്റെ അർത്ഥം നമ്മൾ പണിക്കൊണ്ടെന്നാണോ? ഒന്നുമല്ല. ഞാൻ നോക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നിസ്കരിച്ചാനൊന്നും എന്ത് കിട്ടാത്തത്? നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതിന്റെ ചെറിയ പണിയൊക്കെ എടുക്കും. അതിനോട് വേണമെങ്കിൽ നടക്കും. കാര്യം ആരെന്നെ നടത്തും. അതുകൊണ്ട് സഹാബാക്കൾക്ക് ഈ കാര്യത്തിൽ പേടിയില്ലേ. അവിടെ ജാഫർ റളിയല്ലാഹു പോയത്. അല്ലെങ്കിൽ നമ്മളെ കാണാൻ പറയില്ലേ, എങ്ങനെ ഇപ്പൊ പോലെ ആരാ നോക്കുക, എന്താ കാട്ടുക, നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി, നമ്മളവിടെ പോയിട്ട് അവിടെ മരിച്ചാണ് എന്റെ ചെറിയ കുട്ടികളുടെ കാര്യം എന്താവും എന്നൊക്കെ. എന്നാ ഉമൈർ ഇബ്നു വഹബ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞോ? നിങ്ങളോട് പറഞ്ഞു? നിങ്ങളോട്ടല്ലേ പറഞ്ഞേ? ഉമൈർ ഇബ്നു വഹബ് ഹസീമിൽ ഇരുന്നിട്ട് പോയി മദീനത്തേക്ക് പോയ സംഭവം നിങ്ങളോടല്ലേ പറഞ്ഞേ? അല്ല, ഇവിടെ അല്ലേ പറഞ്ഞേ? ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞ എന്താണ്? എന്റെ കടം ലൗല അലയ്യ ദൈനുൻ, എന്റെ മേൽ എന്റെ കടവും എന്റെ ഭാര്യ മക്കളെയും ചുമതല ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദിനെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തേനെ? കൊല്ലുമായിരുന്നേനെ എന്ന്. അപ്പൊ ഈ കുഫറിന്റെ അഹലുകാർക്കാണ് ഈ പേടി ഉണ്ടാകുക. ഈ പേടി ഇന്ത്യന്റെ ഭാര്യന്റെ കാര്യം, മക്കളെയും കാര്യം ആരാ നോക്കാന്നല്ലേ. സഹാബാക്കൾ ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ സാധനങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂലെ ഞാൻ പോവാണ് ചെയ്താണ് അസ്മനെയും കുട്ടികളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അസ്മനി കുട്ടികൾ നോക്കുന്ന ആളെ നബിതങ്ങളല്ല, പിന്നെ ആരാണ്? ഇത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഈമാനിൽ LKG കൂടിയും ആയില്ല. നമ്മൾ ഭയങ്കര ടോപ്പ് ഹോൾസെയിൽ ഈമാന്റെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റി വിൽക്കാൻ നമ്മൾ. അള്ളാഹ് നമുക്ക് മനസ്സിലാക്കി തീരുമാനാവട്ടെ. അതുകൊണ്ട് ഇത് എളുപ്പമില്ലാത്തതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് സുമ്മസ്തഖാമു പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കണം. പല പ്രതിസന്ധി വരും. പ്രതിസന്ധി വരൂല എന്ന് വിചാരിക്കലല്ല, പ്രതിസന്ധി എല്ലാ നബിമാർക്കും വന്നിട്ടുണ്ട്. അത് വലിയ ഡോസിലാണ് വന്നത്. കാരണം ഒരു വലിയ ഈമാനുള്ള ആൾക്കാരാണ്. നമ്മൾ ചെറിയ ആൾക്കാരാണ്. ചെറിയ ഡോസ് വന്നുകൊണ്ടിരിക്കും. അതിന് പിടിച്ചു ചിലപ്പോൾ ഉള്ള ജോലി പോവാം, ഉള്ള വേറെന്തെങ്കിലും അസുഖങ്ങൾ വരാം, വേറെന്തെങ്കിലും അവസ്ഥകൾ വരാം. എന്തു വന്നാലും നമ്മൾ പതറാതിരിക്കുക. നമ്മളെ റബ്ബ് നമ്മളെ കഴിയൊഴിയൂല എന്നുള്ള ഉറച്ച നിലപാടിൽ നിൽക്കുക. ബന്ദാ അപ്നെ അല്ലാഹ് കെ സാത്ത് ജോ ഗുമാൻ രഖേഗാ ഉസ്കെ സാത്ത് അല്ലാഹ് ഐസാ ഹി മുആമല കരേഗാ. അടിമ അള്ളാഹിനെ പറ്റി എന്ത് ധാരണയാണോ വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അള്ളാഹ് അവനോട് പെരുമാറിക്കൊണ്ടിരിക്കുക. അബ്ദി, അടിമ എന്നെ പറ്റി എന്താണോ വിചാരിക്കണേ ഞാൻ അങ്ങനെ അവനോട് പെരുമാറും. അതുകൊണ്ട് റബ്ബല്ലാഹു ആണ്. സുമ്മസ്തഖാമു, പിന്നെ അതിലെന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. പിന്നെ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ തതനസ്സൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പല്ല, ഇറങ്ങിക്കൊണ്ടേയിരിക്കുക.
ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എന്ത്? അൽ മലായിക, മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് ഒരു മുഅ്മിനായ ഈ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന ആള് മരിക്കുമ്പോ ഉണ്ടാകുന്ന അവസ്ഥയാണത്. എന്നുവെച്ചാൽ അവർ മരിക്കുമ്പം മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു റിവായത്തിലുണ്ട്, ഒരാള് മരിക്കാൻ സമയമാകുമ്പം മലക്കുൽ മൗത്തിന്റെ കൂട്ടത്തിൽ 500 മലക്കുകൾ മലക്കുൽ മൗത്തിന്റെ കൂട്ടത്തിൽ വരുന്നു. നല്ല മനുഷ്യനാണെങ്കിൽ ഓരോ കയ്യിലൊക്കെ സ്വർഗത്തിലെ ബൊക്കകൾ ഉണ്ടാവും. എന്നിട്ട് ആ ബൊക്കകൾ ഇങ്ങനെ കൊടുക്കും ഈ മരിക്കാനായ ഈ ആൾക്ക്. മരണമാസന്നമായി നിൽക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് എന്നിട്ട് സ്വർഗത്തിൽ ഓരോ സന്തോഷ വാർത്തകൾ ഓരോ മലക്കുകളും പറയും. അബ്ശിറു ബിൽ ജന്ന എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് ഭയങ്കര സന്തോഷ വാർത്ത അറിയിക്കും. അങ്ങനെ ആ ആത്മാവ് ഇങ്ങനെ കദ്ദിമൂനി പോലെ പെട്ടെന്നിങ്ങനെ ആ സന്തോഷത്തിലുണ്ടാവും. അപ്പൊ അവര് പറഞ്ഞതാണ് തതനസ്സലു അലൈഹിമുൽ, അങ്ങനെ മലക്കുകൾ ഇറങ്ങിയോടിക്കുണ്ടാവും. ആകാശലോകത്ത് വലിയൊരു സംഭവമാണ്. ആരുടെ മരണം? ഒരു മുഅ്മിന്റെ മരണം. മുഴുവൻ കവാടങ്ങളും തുറക്കപ്പെടും, സുഗന്ധങ്ങളുണ്ടാവും ആകാശത്ത്. മലക്കുകൾക്ക് മനസ്സിലാവും ഏതോ ഒരാൾ ഭൂമിയിലെ ഒരു അള്ളാന്റെ ഒരു ഗസ്റ്റ് എന്ത് ചെയ്യണ്ടേ, ഇതിലെ പാസ് ചെയ്യണ്ടേ. അങ്ങനെ ഓരോരുത്തരും നമ്മൾ വഴി വരട്ടെ എന്ന് പറയും. നമ്മളുടെ ഡോറ് വഴി വരട്ടെ. അയാളുടെ അമലുകൾ ഏത് വഴിയിലൂടെയായിരുന്നു കയറിപ്പോയിരുന്നത്, ആ ഡോറിലൂടെ അവരെങ്ങനെ പോകും. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ടട്ടോ. പേടി എന്ന് പറഞ്ഞാൽ പോണ സ്ഥലത്ത് പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കാന്നുള്ള ഭയം ഉണ്ടാവും. അതിന് പറയണേ അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കും വേണ്ട. ഇവിടെ വിട്ടിട്ട് പോണ ഭാര്യ, മക്കള്, കച്ചവടം, ഏർപ്പാട്, ഇതിനൊന്നും ഇട്ടിട്ട് പോണതിനെ പറ്റി നിങ്ങൾ ദുഃഖിക്കണ്ട. ഈ 2 സാധനം മലക്കൾ അപ്പം വന്ന് പറയണേ. ആ മനുഷ്യൻ എത്ര ഭാഗ്യവാനാണ്. ഇത് എളുപ്പത്തിൽ കിട്ടുന്ന സാധനമല്ല. അതുകൊണ്ടാണ് അല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അതിന് വല്ലതും മെനക്കെടേണ്ടി വരും ഈ ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ. പേടിക്കണ്ട, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനു, വിട്ടിട്ട് പോണതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കും വ്യസനിക്കൊന്നും വേണ്ട. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന അല്ലാഹു തആല ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല എന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനാണ് ഇതൊക്കെ. ഇതൊക്കെ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, തരാൻ വേണ്ടി പോവാണ് എന്നവരോട് പറയും. എന്നിട്ട് പറയും നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ, ഈ മലക്കുകൾ പറയും നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിരുന്നു, നിങ്ങളെ കൈകാരകർത്താക്കളായിരുന്നു ഞങ്ങൾ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ. വഫിൽ ആഖിറ, ഇനി ആഖിറത്തിലും ആരുണ്ടാവും? ഈ ഇരിക്കുന്ന നമ്മളെ പല കാര്യങ്ങളും നമ്മളും കൂടി വിചാരിക്കാത്ത നിലയിൽ നടക്കുന്നത് ആരാണ്? അതാണ് ഇവർ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാന്ന് നമുക്കറിയില്ല. എണ്ണമറ്റ മലക്കുകളുണ്ട്. മലക്കുകളെ കൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ വേണ്ടി അല്ലാഹ് വെച്ച ആൾക്കാരാണ് ആര്? മലക്കുകൾ. വഴിയോരങ്ങളിൽ നിങ്ങൾ മുസാഫ ചെയ്യുന്നു പറഞ്ഞു. ഈദിന് പോകുമ്പോൾ, പെരുന്നാളിന് പോകുമ്പോൾ ഒരു വഴി കൂടെ പോകണം, വേറൊരു വഴി കൂടെ വരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറഞ്ഞത്? വഴിമുഖങ്ങളിൽ ആര് കാത്തുക്കും? മലായിക്ക. എല്ലാ പെരുന്നാക്കും അത് സ്പെഷ്യലാണ്. അല്ലാതെ നമ്മളെ കൂട്ടത്തിൽ ആരുണ്ട് വൈ? നമ്മളെ സഹായത്തിന് മലക്കുകളുണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതം മലക്കുകൾ നമ്മളിലേക്ക് അടുപ്പിക്കാത്ത നിലയിലുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് മലക്കുകളെ സഹായം നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരാൾ കളവ് പറയുകയാണെങ്കിൽ അയാളുടെ വായെന്ന് പുറപ്പെട്ട ദുർഗന്ധം കാരണമായി മലക്കുകൾ എത്രയോ ദൂരത്തായിരിക്കുന്നു. അപ്പൊ മലക്കുകൾ അവരെ എവിടെ ഉണ്ട്? അടുത്തുണ്ടാവുമ്പോഴല്ലേ എവിടേക്ക് പോകേണ്ടിയുള്ളൂ. ഒരാൾ ഒരു കളവ് പറയുമ്പോൾ അയാളുടെ വായെന്ന് പുറപ്പെട്ട ഇതിന്റെ ദുർഗന്ധം കാരണം റഹ്മത്തിന്റെ മലക്കുകൾ അവരെന്ന് ദൂരം. അപ്പൊ മലക്കുകൾ എപ്പോഴും ആരെ കൂടെ? നമ്മളെ കൂടെ. അതുകൊണ്ടാണ് മുഅ്മിൻ എപ്പോഴും വുദൂയിലായിരിക്കണം. അവന് ഭയങ്കര നജസ്സുകളിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ദുർഗന്ധങ്ങളിൽ നിന്നൊക്കെ എന്താവണം. അതുകൊണ്ടാണ് പള്ളി കയറുമ്പോൾ എന്ത് തിന്നരുത് എന്ന് പറഞ്ഞ്
ഉള്ളി തിന്നരുത് എന്ന് പറഞ്ഞത്. മലക്കുകളുടെ കേന്ദ്രമാണ് ഈ പള്ളി, എല്ലാ പള്ളികളും. ഉള്ളി തിന്നാൽ നിങ്ങൾ വെറുക്കുന്നത് പോലെ ആരും വെറുക്കുന്നുണ്ട് ദുർഗന്ധത്തെ. മലക്കുകൾ ഒരു പുറത്തിറങ്ങും. അപ്പൊ നിങ്ങൾ കാരണമായിട്ട് ആരും പുറത്തിറങ്ങരുത്. മനസ്സിലാവുണ്ടോ ഭായി? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് ഈ ഹദീസുകളൊക്കെ പറഞ്ഞ് നമ്മളെ കൂട്ടത്തിൽ ആരുണ്ട്? മലക്കുകളുണ്ട്. മലക്കുകൾ നിങ്ങൾ ലജ്ജിക്കും. ഞാനും ഔലിയാവുക്കും. ഖുർആനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളെ ഔലിയാക്കളായിട്ട്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാല് നിങ്ങളെ സഹായിങ്ങളെ കൈകാര്യകർത്താക്കൾ. എപ്പോഴും നിങ്ങളൊക്കെ നമുക്ക് കുറെ ഈ നമ്മളെ നാട്ടിൽ പറയുന്നത് വാലുർക്കൻ ഇല്ലേ, ഈ കൂടെ ഇങ്ങനെ നടക്കുന്ന ചങ്ങായിമാരില്ലേ, എപ്പോഴും ഇങ്ങനെ കമ്പനിയോട് ഇങ്ങനെ ഏത് നേരവും അവന്റെ കൂടെ ഉണ്ടാകണേ. അതേപോലെ ആരുണ്ട്? റഹ്മത്തിന്റെ മലക്കുകളുടെ. നമ്മൾ നല്ലവരാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ ദിക്റും പടച്ചവന്റെ ഓർമ്മയും ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും ആര് സഹായത്തിനുണ്ടാവും? മലക്കുകൾ. ഞാനും ഔലിയാവുക്കും ഫിൽഹയാത്തി ദുനിയ. നിങ്ങൾ ബേജാറാവണ്ട, ഭൂമിയിൽ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നേരെ കാണുകയാണ്. ആരുമായി നമ്മൾ നേരെ മലക്കുകളെ കാണുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാണ്, ഭൂമിയിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും ഔലിയാവുക്കും ഫിൽഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഇനി എവിടെ ഉണ്ടാവും? ആഖിറത്തിൽ ഞങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ബേജാറാണ്ട. എത്ര സന്തോഷകരമായ സമയമാണത് നിങ്ങൾക്ക്. നിങ്ങളൊരു പറയും വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. നിങ്ങളെ നഫ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇതിനേക്കാൾ വലിയൊരു വാക്ക് ഇനി പറയാനില്ല. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ അല്ലാഹു തയ്യാറാക്കി. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതവിടെ ഉണ്ടാവും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ഇനി ആവശ്യപ്പെടുന്നതും അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് അത് വേണമെന്ന് പറഞ്ഞു, പറക്കണ കുതിര വേണമെന്ന് പറഞ്ഞു. എന്താണ്? കുതിര ഓടലാണ്, പറക്കൂല എന്നൊന്നും പറയാൻ പറ്റില്ല. നിബിധങ്ങൾ ശാസനങ്ങളോട് ഒരു സഹാബി ചോദിച്ചിട്ടുണ്ട്, ജന്നത്തിനെ ഗോഡാ ഹോങ്കയെന്ന്, സ്വർഗത്തിൽ കുതിര ഉണ്ടാവുമെന്ന്. കാരണം ആ സഹാബിക്ക് വലിയ ആഗ്രഹമാണ് ദുനിയാവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. അപ്പൊ ഞാൻ ആഖിറത്തിലെങ്കിൽ സ്വർഗത്തിൽ തന്നെ എന്തുകൊണ്ടുണ്ടാവില്ല? നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവനുണ്ട്. എവിടെ? സത്യത്തിൽ നമ്മളുടെ ഇടയിൽ സ്വർഗത്തിന്റെ ചർച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളും ദുബായിലെ കോട്ടയും കൊട്ടാരും മറ്റവന്റെ വലിയ വീടും അതൊക്കെ ഡെയിലി കാണുന്നത്. റിമോട്ട് തുറക്കണം, അത് മറ്റേ റിമോട്ട് തുറക്കേണ്ട ജനൽ, വിൻഡോ, കർട്ടന്, അതൊക്കെ കണ്ട് ഏതെങ്കിലുമൊക്കെ മൊരാളിന്റെ പേരൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ്. സത്യത്തിൽ സ്വർഗം നമ്മൾ അറിയുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും അമൽ ചെയ്യുമ്പോൾ. ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ സ്വർഗത്തിൽ പ്രതീക്ഷ ഉണ്ടാവും. അതിനാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് മുഴുവൻ അവിടെ. എന്ത് നിങ്ങൾ വിചാരിച്ചാലോ ഉണ്ട്. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിയും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തയും കൂടി വന്നിട്ടുണ്ടാവില്ല. അവിടുന്നാണ് അതിന്റെ തുടക്കം ഉണ്ടാവുക. അപ്പൊ മാക്സിമം വലുതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല, ഇതിന്റെ അപ്പുറത്തുനിന്നാണ് എന്ത് തുടങ്ങുക? സ്വർഗം തുടങ്ങുക. അതുകൊണ്ട് വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആവശ്യപ്പെടുന്നതും അവിടെ നൽകപ്പെടും. മനസ്സിലായില്ലേ? അല്ലാഹു. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈ മലക്കുകൾ വരണം. ഇതിന്റെ വേറൊരു ഭാഗമാണ് സൂറത്ത് ഫജ്റിൽ പറഞ്ഞത്. എന്ത്? എന്താ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി. അതും ഉലമാക്കൾ പറഞ്ഞത് ഈ മരണത്തിന്റെ സമയത്ത് വന്ന് പറയുന്നതാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ. ഒരു ബേജാറും സങ്കടമൊന്നും ഇല്ലായിരുന്നു. ആകെ അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയും ബേജാറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൗതികമായ അവസ്ഥകളിലൊന്നും എന്തില്ല, ഒരു സങ്കടമില്ല. ഒരു മുത്മഇന്നായിരുന്നു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. നിന്റെ റബ്ബിലേക്ക് അവനെ തൃപ്തിപ്പെടുത്തിയും അവന്റെ തൃപ്തി വാങ്ങി സന്തോഷത്തോടു കൂടി നീ അവനിലേക്ക് പോയിക്കോന്ന് പറയും റൂഹ് പിടിക്കുന്ന സമയത്ത്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ എന്റെ ദാസന്മാരിൽ നീ പ്രവേശിച്ചോളീൻ, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചോളീൻ മലക്കുകൾ ആ സമയത്ത് പറയും. അപ്പൊ ആ ആത്മാവിന് എത്ര സന്തോഷം ഉണ്ടാവുമല്ലോ.
ഇന്ന് ഭൂമിയിൽ പരിഹസിച്ചവരും അവരെ സങ്കടപ്പെടുത്തിയവരും ഓരോ കുറ്റം പറഞ്ഞവരൊക്കെ ഒരു പക്ഷെ ഒരിടത്തിരുന്ന് കരയുണ്ടാവും. ഈ ആത്മാവ് ഭയങ്കരാഹത്തിൽ പോകുന്നുണ്ടാവും. നമുക്കൊക്കെ സത്യത്തിൽ അങ്ങനെ പോവുകയാണ് വേണ്ടിയത്. അതിനുവേണ്ടി എന്ത് ത്യജിച്ചാലും അത് ലാഭമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് മൊത്തം കിട്ടും. നമ്മൾ എന്ത് വിചാരിച്ചാലും കിട്ടും. എന്ത് വിചാരിച്ചാലും കിട്ടും. സ്വർഗത്തിൽ തീർന്നു പോവാന്നുള്ള ലാ മഖ്തൂഅത്തിൻ വല മംനൂഅ അല്ലേ, ഫാകിയത്തിൻ മിമ്മ യതഖയ്യറൂൻ വലഹ്മി തൈരിൻ മിമ്മ യശ്തഹൂൻ. സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ പറഞ്ഞുകൊടുത്ത് പറയാണ് ലാ മഖ്തൂഅത്തിൻ വല മംനൂഅ. അവിടെ മുറിഞ്ഞു പോവില്ല, പിന്നെ തടയപ്പെടുകയുമില്ല. ചക്ക തിന്നാനൊക്കെ പൂതി വെച്ചിട്ട് ഗൾഫാരൊക്കെ വരും. അപ്പത്തിനും ഇവിടുത്തെ ചക്കൊക്കെ എന്തായിണ്ടാവും, കഴിഞ്ഞുണ്ടാവും. എന്താ കാട്ടാന്ന് ചോദിച്ചാൽ തീർന്നു കഴിഞ്ഞാൽ അടുത്തുള്ളാക്കാന്നൊക്കെ പറയും. അവിടെ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ചക്കെങ്കിൽ ചക്ക, മാങ്ങയും മാങ്ങ. ഈ ചക്കൊന്നുമല്ല വഴിഞ്ഞൊക്കെ ഉള്ള ഇടഞ്ഞറിച്ചൊന്നുമല്ല. ഇതൊക്കെ അതിൻ്റെ ഒരു ഡൂപ്പാണ്. എന്താണ് ചക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്ടായി നേരിച്ചിട്ട് തന്ന സാധനമാണ്. മാങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്ടായി വിചാരിച്ചിട്ടാണ് എന്ത് തന്നത്, ഇവിടുത്തെ മാങ്ങ തന്നത്. ഇതൊക്കെ ഫുള്ള് എന്താണ്, ഫുള്ള് ഡൂപ്പാണ്. മനസ്സിലായില്ലേ? ആടൊന്നുമില്ല. മാഷാ അല്ലാഹ് ഫുള്ള് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുർശിൻ മർഫൂഅ ഇന്നാ അൻശൈനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബ ലിഅസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീനിലാണ് ഈ പറഞ്ഞതൊക്കെ. ഇതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവൂലേ? നമ്മൾ പഠിച്ചു പോയതാണ്. എന്തായാലും വാക്യൊക്കെ എടുത്ത് അർത്ഥം നോക്കുന്നത് നല്ലതാണ്. വാക്കിയ, അതേമാതിരി ഗാഷിയ, ഗാഷിയയിലൊക്കെ പറയുന്നുണ്ട്. ഏത് സ്വർഗാണ് പറയുന്നത്. വനമാരിഖു മസ്ഫൂഫ വദറാബിയു മദ്സൂസ. അതിന് തൊട്ടുമുണ്ടല്ലോ എന്താണ് നായിമ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഒക്കെ സ്വർഗം പറയണ്ടായില്ലേ. സ്വർഗ അലാ സുറുരിൻ വസുറുരിൻ മർഫൂഅ എന്നൊക്കെ പറയുന്നേ സ്വർഗം പറയുന്നുണ്ട്. സൂറത്ത് ദഹറിൽ പറയുന്നുണ്ട് സ്വർഗം. അപ്പൊ സ്വർഗം പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് ഇങ്ങനെ ഓക്കി വെച്ചിട്ട് അള്ളഹാനോടൊക്കെ ചോദിക്കുക. സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഒന്ന് അള്ളഹാനോട് പറഞ്ഞു നോക്കാം. എന്ത് വാക്കയൊക്കെ ഓതിയിട്ട് ഈ സ്ഥലമൊക്കെ എത്തുമ്പോൾ പറച്ചോനെ എങ്ങനെങ്കിലൊക്കെ സാബിക്കൂല എന്നെ കയറ്റിവിടണേ. ഫസ്റ്റ് ടീം ഒരാണ്, പിന്നെയാണ് യമീൻ, പിന്നെ മറ്റേ ടീമാണ് ഏത് സാബ് ഷിമാൽ. അതുകൊണ്ട് സ്വർഗം ഭയങ്കര സംഭവമാണ്. ഇവിടുത്തെ ചെറിയ ചെറിയ വസ്തുക്കളുടെ മേൽ നമ്മളിങ്ങനെ കൂടുകയാണ് അള്ളാനെയും മറന്നിട്ട്. അതൊക്കെ കണ്ടാൽ പിന്നെ മനുഷ്യന് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. സഹാബാക്കൾ അങ്ങോട്ട് പോയി, അവരെല്ലാം കൊടുക്കാൻ തയ്യാറായി. അത് നേടാനുള്ള പരിശ്രമത്തിലാണ്. അതുകൊണ്ട് സഹാബാക്കൾക്ക് സ്വർഗത്തിൽ നിന്ന്, അതിന്റെ ഭൂമിയിൽ നിന്ന് തന്നെ അതിന്റെ സന്തോഷ വാർത്ത കിട്ടി. ഉഹദിന്റെ താഴ്വരയിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മണം കിട്ടുന്നുണ്ടെന്ന് സഹാബി പറഞ്ഞു. മനസ്സിലായില്ലേ? എനിക്ക് സ്വർഗത്തിന്റെ മണം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പല സഹാബാക്കളുടെയും കവറുകളിൽ ഇറക്കി വെക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളിങ്ങനെ തള്ളവിരലിൽ കുത്തി നടന്നു. അപ്പൊ എന്താ അങ്ങനെ നടക്കണ വെച്ചു, മലക്കുകളാണെന്ന് പറഞ്ഞു. ഇതൊരു ജനാദനെ കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ അത്ര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു സഹാബി മൈതാനത്തേക്ക് പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് നബി തങ്ങൾ സാഹസങ്ങൾ പറഞ്ഞിട്ട് ആ സമ്പത്ത് വഹിച്ച് വിവാഹ ഒരുക്ക സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. അപ്പോഴാണ് യാ ഖൈലല്ലാഹി ഇർകബി, അള്ളാന്റെ സൈന്യമേ മൈതാനത്തിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം വിവാഹ സാധനം വാങ്ങണതിന് പകരം പരിചയം ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങി മുഖത്തൊരു കെട്ടും കെട്ടിച്ച് മൈതാനത്തേക്ക് പോയി. സഅദ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് അദ്ദേഹം ഷഹീദായി. നബി തങ്ങൾ സാഹസങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. ഖബറടക്കുന്ന സമയത്ത് നബി തങ്ങൾ സാഹസങ്ങൾ തന്നെ സ്വന്തം കവയുകൊണ്ട് കവറിങ്ങനെ അടക്കുമ്പോൾ തങ്ങളിങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ചു കളഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ സാഹസങ്ങൾ ചിരിച്ചു, തങ്ങളെ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ഇത് കാണാൻ പതിവില്ലാത്ത എന്താണെന്ന്. അമ്മ നബി തങ്ങൾ ആദ്യം കരഞ്ഞു. അവൻ അമ്മ ബുക്കായി ഫശൗഖൻ ഇലാ സഅദ്, എന്റെ കരച്ചിൽ സഅദിനോടുള്ള എന്റെ ഇഷ്ടത്തിന്റെ പേരിലുള്ള കരച്ചിലാണ്. അമ്മ ലഹ്കി, ഞാൻ ചിരിച്ചത് റഅയ്തുൽ ഹൂറൽ ഐൻ, ഞാൻ ഹൂർലിങ്ങളെ കണ്ടു. കബറിൽ വെക്കുമ്പത്തിനെ അമ്മ ഏറാലി, ഞാൻ മുഖം തിരിച്ചു കളഞ്ഞത് യതബാദർന, ഒരുങ്ങനെ ഓടി വരികയാണ്. ഓടി വരുമ്പോ അവരെ കണങ്കാൽ നിന്ന് വസ്ത്രങ്ങൾ നീങ്ങിയപ്പോ ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞതാണെന്ന് റസൂലുള്ളാഹി. ഇതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ. നമ്മൾ ഈ ചത്ത ദുനിയാവിന്റെ വേക്കിൽ ഓടുന്നത് കണ്ട് പഠിച്ച് അതിനുവേണ്ടി ജീവിച്ച് തീർക്കുക. ഈ ഇരിക്കണം നമ്മളൊക്കെ നമ്മളെ ജീവിതം എന്തിനാ തീർത്തതെന്ന് ഒറ്റക്ക് ചോദിച്ചു നോക്കി. ആഖിറത്തിന് വേണ്ടിയിട്ടാണോ ദുനിയാവിന് വേണ്ടിയിട്ടാണോ? ഇട്ടിട്ട് പോകാനുള്ള ദുനിയാവിന് വേണ്ടി പണിയെടുക്കാൻ. ഇതാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ഒരുങ്ങണം.
മാക്സിമം സമ്പത്ത് ആഖിറത്തിലേക്ക് വിടണം. ഭാര്യ മക്കളൊക്കെ തയ്യാറാക്കണം. ഒരൊക്കെ നമുക്ക് സ്വർഗത്തിൽ കിട്ടണം. പണിയെടുക്കൂല ഇൻഷാ അല്ലാഹ്. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഇത് ഗഫൂർ റഹീമായ അള്ളാന്റെ സദ്യയാണ്. എന്നുവെച്ചാൽ അവന്റെ സൽക്കാരമാണ്, അവന്റെ അതിഥികളാണ്. ഇത് വെറുതെ ശരിയല്ല. ഒരു ആതിഥേയനായ അള്ളാഹ് ഗഫൂർ റഹീമായ വിട്ടുവീഴ്ച ചെയ്ത് തന്നെ കരുണുള്ള അള്ളാഹുവിന്റെ അതിഥി സൽക്കാരാണ് നിങ്ങൾക്ക്. എവിടെ ആതിഥേയൻ എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചായിരിക്കും എന്ത് സൽക്കാരത്തിന് ദമ്മുണ്ടാവുക. അപ്പൊ അള്ളാഹു എങ്ങനെയായിരിക്കും അതിഥി സൽക്കാരം ഉണ്ടാക്കുക? നിങ്ങൾ പറയും നുസുലം മിൻ ഗഫൂരിർ റഹീം. വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ അള്ളാന്റെ അതിഥിയായിട്ടാണ് ഇവിടുന്ന് പാക്ക് ചെയ്ത് പോകുന്നത്. മരിച്ച ആള് നമ്മൾ ഈ കോട്ടൻ തുണി പൊതിനതിന് മുമ്പ് മലക്കുകൾ സ്വർഗത്തിന്റെ കഫൻ തുണി പൊതിയും. നമ്മളെ ഈ ചുടുവെള്ളം പച്ചവെള്ളം കൊണ്ടൊക്കെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ എന്തായിട്ടുണ്ടാവും? അയാളെ കുളിപ്പിച്ചിട്ടുണ്ടാവും, സ്വർഗത്തിൽ സുഗന്ധം പൂശിയിട്ടുണ്ടാവും. അതാണ് ആകാശ കവാടത്തിലുള്ള ആളുകൾക്ക് സുഗന്ധം കിട്ടുമെന്ന് പറഞ്ഞത്. പുതിയാപ്പിളേക്ക് പോകുന്നുണ്ടാവും. മാഷാ അല്ലാഹ്. അല്ലാഹ് നമ്മൾ ആ കൂട്ടത്തിലാക്കുമാറാവട്ടെ, ആ കൂട്ടത്തിലാക്കട്ടെ. മാഷാ അല്ലാഹ്. അൽ മൗതു തുഹ്ഫത്തുൽ ലിൽ മുഅ്മിൻ. മരണം മുഅ്മിന് സമ്മാനാണ്. തുഹ്ഫ ഗിഫ്റ്റ്. മരണം സമ്മാനാണ്. നമ്മൾ മരണത്തെ പേടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പേടി? നമ്മൾ അള്ളാഹിനെ അറിയേണ്ടത് പോലെ അറിയുകയോ അള്ളാഹുലേക്ക് അടുക്കേണ്ട പോലെ അടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോയി മരണത്തിന് തയ്യാറാവണം. അള്ളാഹ് നമുക്കൊക്കെ നല്ല മരണം തരുമാറാവട്ടെ. മരണം നന്നായ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഒരു മനുഷ്യന്റെ അവസാനമാണ് അയാളെ കാര്യത്തിൽ തീരുമാനമാവുക. നുസുലം മിൻ ഗഫൂരിർ റഹീം. പരമകാരുണ്യകനായ പുറത്തു തരുന്ന റബ്ബിന്റെ സൽക്കാരാണ്. അന്ന് അവന്റെ ഔദാര്യം, അവന്റെ അതിഥികളായിട്ടാണ് സ്വർഗത്തിലെത്തുക. ആതിഥേയൻ അല്ലാഹുവാണ്. സൂറത്ത് കഹ്ഫിലും പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. നുസുല എന്ന് പറഞ്ഞാൽ അതിഥിയായിട്ട്. ആതിഥേയൻ അല്ലാഹുവായിരിക്കും. അതിഥിനെ എപ്പോഴും ബഹുമാനിക്കും. ബഹുമാനത്തോടു കൂടിയാണ് സ്വർഗത്തേക്ക് കൊണ്ടുപോകുക. ഹബീബ് നജ്ജാറിനെ എറിഞ്ഞു കൊല്ലുന്നപ്പം പറഞ്ഞല്ലോ, യാ ലൈത ഖൗമി യഅലമൂൻ, പിന്നെ ബിമാ ഗഫറ ലി റബ്ബി, പിന്നെ വജഅലനി മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരികയും എന്നെ ആദരണീയര കൂട്ടത്തിലാക്കുകയും ചെയ്ത കാര്യം ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായനെ. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. നമ്മൾ ഈ ഓതുന്നത് അങ്ങനെ മുക്രമായിട്ട് പടച്ചവൻ നമ്മൾ ആദരിക്കുന്ന അവസ്ഥയിൽ, എന്നുവെച്ചാൽ ആ അതിഥികളായിട്ട് നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകണം. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെല്ലാവരും ആക്കുമാറാവട്ടെ. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അതിന്റെ പണിയാണ് പിന്നെ പറയുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അങ്ങനെ പോണെങ്കിൽ ഈ പണിയും കൂടി എടുക്കണം. വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? ആരാളുള്ളത് എന്നുള്ളതൊക്കെ അറിയാഞ്ഞിട്ട് ചോദിക്കല്ല. ഓനെപ്പോലെ പന്തളിക്കുന്ന വേറെ ആരാളുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കല്ല. ഓനാണ് അതിലെ ഏറ്റവും നല്ല കളിക്കാരൻ. അതേമാതിരി ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണുള്ളത്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടിമകളെ വിളിക്കുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ ആരാണുള്ളത്? വഅമില സാലിഹൻ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ്. വെറുതെ വയതും പറഞ്ഞ് നടക്കലല്ല. പിന്നെന്തുണ്ടാവും? ആൾക്കാരെ വിളിക്കുന്നതോടുകൂടി സ്വന്തം ജീവിതത്തിൽ അമലുകളുണ്ടാക്കും. വഅമില സാലിഹൻ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, അമൽ ചെയ്ത ദാഇന്റെ ദഅവത്താണ് അല്ലാഹു കബൂലാക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദാഇ എപ്പോഴും എന്തുണ്ടാവണം? അമൽ. നമ്മളെ മക്കളെ നമ്മൾ ഉപദേശിക്കണമെങ്കിൽ ആരെയും ഉണ്ടാവണം? നമ്മളേലുണ്ടാവണം. നമ്മൾ അമലുകളിൽ സജീവമാകുമ്പോഴാണ് നമ്മളെ വാക്കിന് എന്തുണ്ടാകുക? അസറുണ്ടാകുക. വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് അവൻ അഭിമാനത്തോടെ പറയും. അതിലൊന്നും നാണക്കേടുണ്ടാവില്ല. ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടു, അതിൽ അഭിമാനം ഉണ്ടാകുക. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്,
ഞാൻ ഈ പണിയൊക്കെ എടുക്കണമുണ്ട്. പണി മിമ്മന്താ ആമോൻ അഹ്സനു ഖൗലൻ മിമ്മന്താ ഇലല്ലാ, ആൾക്കാരൊക്കെ അല്ലാഹുവിലേക്ക് വിളിക്കുന്നുണ്ട്. വഅമില സാലിഹ, ഞാൻ സൽപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നില്ല. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ സാധാരണ ഒരു മുസ്ലിമീങ്ങളിലൊരു മുസ്ലിമാണെന്ന് പറയുന്നവനാണ്. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എന്തുണ്ടാകുക? അഭിമാനം ഉണ്ടാകുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു സാധാരണ ഒരു മുസ്ലിമീങ്ങളിൽ പെട്ട ആൾ മാത്രമാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ മറ്റേത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പറഞ്ഞ പണിയാണിത്. ഇതാണ് മനുഷ്യനെ ഇസ്തിഖാമത്തോടെ നിലനിർത്താൻ പറ്റുക. കാര്യങ്ങൾ നടത്തുന്നതാണ് അള്ളാഹു ആണെന്ന് നിരന്തരം പറയാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് സഹായം ചോദിക്കണമെന്ന് പറയാ. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരുമ്പോൾ നിസ്കരിക്കൽ എന്താവും? പറയുവായി എളുപ്പവും. കാരണം നമ്മളെല്ലാവരോടും എന്ത് നിസ്കരിച്ച് പറഞ്ഞാൽ അള്ളാഹിനോട്. കാരണം അള്ളാഹു താല സഹായം ചോദിക്കാനുള്ള രണ്ട് വഴിയാ പറഞ്ഞത്. എന്താണ്? ഒന്ന് സബറും, ഒന്ന് നിസ്കാരം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമിക്കുകയും നിസ്കരിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ഈ രണ്ട് വഴിയെടുക്കണം. അപ്പൊ നമ്മളെല്ലാവരോടും പറയണേ, ഒരു പ്രശ്നം വന്നു, രണ്ടരക്കാർ നിസ്കരിച്ച് ദുആ ചെയ്താലേ അള്ളാഹിനോട് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരുമ്പോഴത്തേനും നമുക്ക് എന്തോർമ്മ വരും? അല്ലെങ്കിൽ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ആകെ പുറത്തം വിടുമ്പോഴാണ് എന്തോർമ്മ വരിക? ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടാവും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന. ഈ തഫ്സീൽ ഉലമാക്കൾ പറയുന്നുണ്ട്, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നതും എന്താണ്? വലിയ ദഅവത്താണ്. അതുകൊണ്ട് മുഅദ്ദിന്റെ വിളി, മുഅദ്ദിൻ എന്തായാലും നിസ്കരിക്കാൻ തോപ്പിക്കുന്നുണ്ടോ? ഉണ്ടാവില്ലേ? ഇമാമ് ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനിയുണ്ടല്ലോ സമയം വിചാരിച്ചിട്ട് കടന്ന് ജമാഅത്തൊക്കെ പോകുന്നതിന്. മുഅദ്ദിന് മാഷാ അല്ലാഹ് എന്തുണ്ടാവില്ല, വൈ മോദി ബാങ്ക് കൊടുക്കാൻ കറക്റ്റ് നീച്ചു. പിന്നെ അയാൾ പോകുമ്പോൾ ഓതിയൊക്കെ ഇരുന്ന് അയാൾ കാര്യങ്ങളൊക്കെ റാഹത്ത് അയാൾക്ക് ഉണ്ടാവും. അയാൾക്ക് കറക്റ്റ് നിസ്കാരം കിട്ടും. കാരണം മുഅദ്ദിൻ ദായിയാണ്, എല്ലാവരും വിളിക്കുന്ന ആളാണ് നിസ്കാരത്തിലേക്ക്. അതുകൊണ്ട് അയാൾക്ക് അമലിനെ തോപ്പിക്കുന്നുണ്ടാവും. നമ്മളും ദായി ആയാൽ, നമ്മൾ ബാക്കിയുള്ളവരെ നന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മയമായി സ്നേഹത്തിൽ വിളിക്കാന്ന് പറയുമ്പോഴത്തേനും ഗൗരവത്തിലല്ല വിളി. എങ്ങനെയാണ് മയമായി ഹിക്മത്തോടെ തന്ത്രത്തോടെ വിളിക്കണം. ഒറ്റടിക്ക് തന്നെ പൊട്ടിച്ചെടുത്തോളണമെന്നൊന്നുമില്ല. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. സ്നേഹത്തിൽ പറയാം, ഭാര്യനോട് സ്നേഹത്തിൽ പറയണം, മക്കളോട് സ്നേഹത്തിൽ പറയണം. ഹാറൂൺ റഷീദ് രാജാവിനോട് ഒരാൾ ഭയങ്കര കടുപ്പത്തിൽ ദാവത്തി. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, നിന്നെക്കാൾ ശ്രേഷ്ഠരായ നബിമാരോട് എന്നെക്കാൾ മോശക്കാരനായ ഫിറൗനോട് ദാവത്ത് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഖൗലൻ ലയ്യിനൻ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഇദ്ഹബാ ഇലാ ഫിറഔന ഇന്നഹു തഗാ, അവൻ വഴികെട്ടവനാണ്, അവൻ അക്രമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങളൊരു മയമായി സംസാരിക്കണം. ഒരു പക്ഷേ അവന് കാര്യങ്ങൾ ഉൾക്കൊണ്ടേക്കാം, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ആയേക്കാം. അവിടെ മയായിട്ട് പറയണം. അതുകൊണ്ട് ദായികൾ എപ്പോഴും മയായിട്ട് പറയണം. ദായി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഗ്രി ഒന്നുമല്ല. മക്കളോട് പറഞ്ഞാളും എന്തെന്നെയാണ്, മക്കളെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആൾ അയാൾ ആരാണ്? അയാൾ ദായിയാണ്. ഭാര്യനോട് പരാജയം വാങ്ങ് കൊടുക്കുമ്പോൾ തന്നെ നിസ്കരിച്ചേണ്ടി, ദുഹറിനെ അസറിലേക്ക് കൊണ്ടെത്തിക്കണ്ട. ആ പറച്ചിൽ എങ്ങനായിരിക്കണം? അവിടെ എത്തുമ്പോഴാണ് ഇത് എന്തായാലും ഒക്കെ പൊള്ളിയല്. ദാവത്തൊക്കെ പൊളിഞ്ഞോന്ന് അവിടുന്നാണ്. മയായിട്ടേ പറയാവൂ, മയമായിട്ടേ പറയാവൂ. എന്തുകൊണ്ട് പറഞ്ഞാൽ കടുപ്പത്ത് പറയേണ്ട ആവശ്യമില്ല. ഭാര്യ നിസ്കരിച്ചില്ല, അതിന്റെ പേരിൽ ഭർത്താവിനൊന്നും ശിക്ഷ ഉണ്ടാവില്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കാണ്. നിസ്കരിക്കാത്ത ഭാര്യ ഞാൻ നാളെ ആഹത്ത് കുടുങ്ങൂല, ഒന്നും കുടുങ്ങൂല. ഇയാൾ മയായിട്ട് എന്ത് ചെയ്താൽ മതി? അയാൾ പറഞ്ഞാൽ മതി, ഇതാ പറഞ്ഞ നിസ്കരിക്കാനായി, നിസ്കരിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ നിസ്കരിച്ചില്ല, ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും വേറെ വേറെ കിതാബല്ലേ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് ചിലർ സ്വന്തം ഉത്തരവാദിത്തം മനസ്സിലാക്കുന്നത്. ഇന്റെ ഭാര്യ നിസ്കരിച്ചില്ല അങ്ങനെ പാത്രം കൊണ്ട് എറിയല്, മുടി പിടിച്ച് വലിച്ചല്, അങ്ങനെ ആകെ ഉൽമാല്, പിന്നെ ഓള് നിസ്കരിച്ചെന്നില്ല. അങ്ങനെ ഞങ്ങളോട് നിസ്കരിച്ചാണെന്ന് പറഞ്ഞിട്ട് അവൾ നിസ്കരിച്ചാക്കും. ഒന്നായിട്ട് എടുക്കും. അപ്പം പിന്നെ പണിയും കിട്ടും. ഓൻ അപ്പളാ കുടുങ്ങല്. എപ്പോ പറയുവായി ഈ പിടിച്ചരിച്ചലും ഈ മുടി പിടിച്ചരിച്ചലും ബലും
ഒന്നുമില്ല. നമ്മളെ ഭാര്യ നമ്മളെ മക്കളൊക്കെ പ്രായപൂർത്തിയാകാനേ ഓരോടെ കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അത്രേ നമുക്ക് പണിയുള്ളൂ. സ്നേഹത്തിൽ പറഞ്ഞാൽ മതി. അതിന് വേറെ ഇറങ്ങാറൊന്നും ആണ്ടാവശ്യമില്ല. ലഹു ഖൗലൻ ലയ്യിന ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തോടു കൂടി ഉപദേശിക്കുക. ഇവിടൊക്കെ എല്ലാ മക്കളും ദീനിന് എതിരാവുന്നത് വാപ്പമാരുടെ കാർക്കശം കൊണ്ടാണെന്ന് പറയാൻ ഞാൻ മറക്കില്ല. ഏത് വാപ്പ കാർക്കശ്യത്തിലെത്തുണ്ടോ ആ മക്കള് വഴികേടിലാവും. നബിമാരൊക്കെ പറഞ്ഞത് എന്താണ്? വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആര്? നൂനബിന്റെ മോൻ. ഉമ്മന്റെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും വല്ലാതെ ശരിയാവില്ലെന്ന് ആർക്കറിയാം? വാപ്പക്കറിയാം. വാപ്പന്റെ കൂട്ടത്തിൽ നിന്നിട്ടില്ല. എന്നിട്ടും വിളിച്ച വാക്ക് യാ ബുനയ്യ, യാ ബുനയ്യർക്കം മാന. ബുനയ്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനകത്ത് അർത്ഥം എനിക്കറിയില്ല. പൊന്നുമോനെ എന്നൊക്കെ പറയുന്നല്ലാണ്ട് ബുനയ്യക്ക് വേറെ സാധനമുണ്ട്. അറബികൾക്ക് ആ സാധനം അറിയാം. ബുനയ്യ ഭയങ്കര സ്നേഹത്തിൽ വിളിക്കുന്ന വിളിയാണ്. ബുനയ്യ. ലുക്മാൻ അലൈഹി സ്വലാം വിളിച്ചത് യാ ബുനയ്യ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം വിളിച്ചത് എന്താണ്? ആരെ? യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹക്കഫം. യാ ബുനയ്യ എന്നാണ് നബിമാര് മൊത്തം വിളിക്കുന്ന യാ ബുനയ്യ. നമ്മളാണെങ്കിൽ ഏട്ടാ പോടാ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കേട്ടാൽ തന്നെ അപ്പം തന്നെ കാർമ കൂടെ ഇരച്ചു കയറുമാർക്ക് മക്കൾക്ക് കളത്തന്ത തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതിലേ. അതുകൊണ്ട് മയമായി പെരുമാറണം. ഒരു ദായിന്റെ സിഫത്താണ്, ഒരു വാപ്പന്റെ സിഫത്താണ്, ഒരു ഉമ്മന്റെ സിഫത്താണ്, ഒരു ഭർത്താവിന്റെ സിഫത്താണ് മയമായി പെരുമാറ. കടുപ്പം. ഫളായിലെ മുൻതഖബ ഹദീസുകളിൽ ബാബ് ഒരുപാട് ഹദീസുകളുണ്ട് മയത്തെക്കുറിച്ച് പറഞ്ഞ്. ആർക്ക് മയം തടയപ്പെട്ടോ അവർക്ക് എല്ലാ ഖൈറുകളും തടയപ്പെട്ടു പോയി. മയമില്ലാത്തവന് ഒരു ഖൈറും ഉണ്ടാവില്ല. അതുകൊണ്ട് മയമായ പെരുമാറ്റം പഠിക്കണം. അവനക്ക് ദായിയാവാൻ കഴിയുള്ളൂ. അവന്റെ ദാവത്തെ ആൾക്കാരെന്ത് ചെയ്യുള്ളൂ? പറയുവായി സ്വീകരിക്കുള്ളൂ. വളരെ മയായി സ്നേഹത്തിന്, മട്ടത്തിന്, അവസ്ഥ നോക്കി, സന്ദർഭം നോക്കി ഒറ്റടിക്ക് അടിച്ചു പൂട്ടികളൊന്നുമില്ല. വളരെ മയമായി വളരെ സ്നേഹത്തിൽ അയാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചിട്ട് വേണം എന്ത് ചെയ്യാന്? ദാവത്ത് ചെയ്യാൻ. ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതൻ അതേ യാത്രയിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അദ്ദേഹത്തിന് ആൾക്കാർക്ക് കാണാൻ കിട്ടില്ല തന്നെ വലിയ പണിയാണ്. അത്ര വലിയ ഉയർന്ന ലെവലിലുള്ള ആലിമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പള്ളി കയറി നിസ്കരിച്ചപ്പോ ഇമാം സാഹിബിന്റെ ഊത്തിന് ചെറിയൊരു ഉന്നന്റെ ഒരു ചെറിയ പ്രശ്നം അയാൾക്ക് തോന്നി കേട്ടപ്പോ. അപ്പൊ അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചു. കുറച്ചേരം വെയിറ്റ് ചെയ്തു. അപ്പൊ ഇവർക്ക് വേഗം പോണ യാത്രയിലുള്ളത്. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ധൃതി കൂട്ടി കാത്തിട്ടുണ്ട്. ഇതേടെ എങ്ങനെ ഇതൊക്കെ നിന്നു. അപ്പൊ ഇമാം സാഹിബ് അവിടെ എങ്ങനെ ഉണ്ട്? അപ്പൊ ഇമാം സാഹിബിനെ പോയി പരിചയപ്പെട്ടു. അപ്പം ഇദ്ദേഹത്തിന് ഇമാമിനെ അറിയാം ഇദ്ദേഹത്തിനെ. ഇമാം സാഹിബിനോട് ചോദിച്ചു നിങ്ങൾ തിരക്കാണോ ചോദിച്ചു. തിരക്കല്ല ചോദിച്ചു. എന്നാൽ റൂമിൽ കൊണ്ടുവരും ചോദിച്ചു. റൂമൊക്കെ കുറ്റിട്ടിട്ട് റൂമിൽ നേരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇങ്ങനെ ഒന്നന്റെ ശരിയായതുപോലെ എനിക്ക് കേട്ടപ്പം തോന്നിയതാണ്, ശരിയാണോന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തിരിച്ചേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ആലിം പറയുന്നുണ്ട് ഞാൻ അന്ന് ദാവത്തിന്റെ ഉസ്ലൂബ് ദാവത്തിന്റെ രീതി എന്താന്ന് പഠിച്ചു. അദ്ദേഹത്തിന് ആ പള്ളിയിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. ആളെ എന്നുവെച്ചാൽ ഒറ്റക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഒറ്റക്ക് പറയുമ്പോൾ ആരെങ്കിലും പിന്നെന്താന്നൊക്കെ ചോദിച്ചു ചെയ്യാറുണ്ടാവും. അയാൾ ആ നാട്ടിലെ ഇമാമാണ്. അയാൾക്ക് അതിന്റെ എന്തുണ്ട്? ഒരു വഖാറുണ്ട്, ഒരു വില ഉണ്ട് അയാൾക്ക്. അയാളുടെ വില കളയാൻ പാടില്ല. ഇയാൾ വലിയ ആലിമ കഴിക്കാമോ ഒക്കെ വേറെ കാര്യം. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഖദർ ചെയ്യണം. നബിതങ്ങൾ ശാസനങ്ങൾ ആദ്യം സഹാബാക്കളെ പഠിപ്പിച്ച എന്താ അറിയോ? അൻസിലിന്നാസ മനാസിലഹും. ഫസ്റ്റ് പഠിപ്പിച്ച അധ്യാപനങ്ങളിൽപ്പെട്ട ഒരു അധ്യാപനാണത്. തുടക്കത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ സഹാബാക്കും അൻസിലിന്നാസ മനാസിലഹും. ഓരോരുത്തർക്കും ഓരോ പദവിയുണ്ട്. ആ പദവി എന്ത് ചെയ്യണം? പരിഗണിക്കുകയും അത് വകവെച്ചു കൊടുക്കുകയും ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ പദവിയുണ്ട്. ചിലപ്പോൾ ഒരു ഓഫീസറായിരിക്കും, അയാളെ പദവിയുണ്ട്. ആ പദവിനെ ബഹുമാനിക്കണം. ഒരു മേയറായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെയർമാനായിരിക്കും, അല്ലെങ്കിൽ ഒലക്കമല ചെയർമാൻ പോടാറുന്നുള്ള അത് ഇസ്ലാമിന്റെ രീതിയല്ല. ഓരോ കബീലെന്ന് വന്ന ഓരോ കബീല തലവന്മാരെ വരെ നബിതങ്ങൾ ശാസനങ്ങൾ എന്താക്കിയിട്ടുണ്ട്? അവരെ ബഹുമാനിച്ചിട്ടുണ്ട്, അവരെ ആദരിച്ചിട്ടുണ്ട്, അവരോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട്. കാരണം ഇവരെ പിന്നിൽ വലിയൊരു കബീലുണ്ട്. ഇവർക്ക് ഈ മനസ്സിലായാലേ ഓർക്കൊക്കെ ഈ മനസ്സിലായാലും എളുപ്പമുള്ളൂ. തുഫൈൽ ഇബ്നു അംറു ദൗസിനെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോടല്ലേ പറഞ്ഞു. അദ്ദേഹം ദൗസ് ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹത്തിനോട് നബിതങ്ങൾ ശാസനങ്ങൾ മാന്യമായി പെരുമാറി. അവിടെ അസി ഖറാനും കെ സാത്ത്
80 കുടുംബങ്ങളായിട്ടാണ് ആര് വന്നത്? തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹു. 80 കുടുംബങ്ങൾ, 80 ആൾക്കാരല്ല. അപ്പോൾ നമ്മൾ ആൾക്കാരോട് മാന്യമായി പെരുമാറണം. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു ഉസൂൽ എന്താണ് അറിയോ? നമ്മൾ ആരെങ്കിലും ബഹുമാനിച്ചാലേ നമ്മളെയും ബഹുമാനിക്കുള്ളൂ. നമ്മൾ ആൾക്കാർക്ക് വില കൊടുത്താലേ ആൾക്കാർ നമുക്ക് വില തരുള്ളൂ. അതുകൊണ്ട് ദാവത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. ദാവത്ത് ചെയ്യാനേ അത് പഠിക്കും വേണം. നബി തങ്ങൾ ശാസങ്ങളെ സഹവാസം നിന്നിട്ടാണ് ആര് പഠിച്ചത്? സഹാബാക്കൾ ആ ദാവത്തിന്റെ രീതി പഠിച്ചത്. നബി തങ്ങളുടെ രീതി. അതിൽ തഹമ്മുലുണ്ടാവണം. പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാവും. ഒക്കെ സഹിച്ച് ആളുകളോട് സ്നേഹത്തിൽ കൂട്ടത്തിൽ കൂടി അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആളോട് കൂടി മനസ്സിലാക്കണം. മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹിന്റെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ മുഫ്തി ആസം എന്ന് പറഞ്ഞ മുഫ്തി കിഫായത്തുള്ള സാഹിബ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ചേർന്നുള്ള അന്നത്തെ വലിയ മുഫ്തിയാണ് അദ്ദേഹം. മുഫ്തി ആസം എന്ന് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം വർഷത്തിലൊരു ദിവസം ഉണ്ടാവും. മൗലാന ഉബൈദുള്ള സാഹിബ് ഉണ്ട്. അവരൊക്കെ താഴെയുള്ള ആളാണ്, വലിയ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് ഒരിക്കൽ പറഞ്ഞു, മുഫ്തി ജൈൻലാബ്ദി സാഹിബ്, മുഫ്തി ജൈൻലാബ്ദി സാഹിബാണ്, കിഫായത്തുള്ളല്ല, മുഫ്തി ജൈൻലാബ്ദി സാഹിബ്. അദ്ദേഹം പറഞ്ഞു, പിന്നെ മൗലവി ഉബൈദുള്ള മൗലവി സാഹിബ് ഹമേ തോ ലോഗോं को जुड़ाना नहीं आता എന്ന് പറഞ്ഞു. നമുക്ക് ജനങ്ങളെ കൂട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഹമേ തോ ലോഗോं को जुड़ाना नहीं आता, നമുക്ക് ജനങ്ങളെ കൂട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉബൈദുള്ള മൗലാന പറഞ്ഞു, മുഫ്തി സാഹിബ് ഐസാ नहीं, ഹമേ തോ ലോഗോं के साथ जुड़ना नहीं आता എന്ന് പറഞ്ഞു. നമുക്ക് ജനങ്ങളെ കൂടെ കൂടാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഈ രണ്ട് സാധനം വേറെ സാധനമാണ്. ഒന്ന് ജനങ്ങളെ കൂട്ടുക, രണ്ട് കൂടുക. കൂടുക എന്ന് പറഞ്ഞാൽ ഓല കൂട്ടത്തിൽ കൂടുതലാണ്. കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എന്ത് ചെയ്യലാണ്? വേറെ സന്ദർഭത്തിൽ പറഞ്ഞ അമേത്ത് ലോകം കെ ലേക്കർ ചെൽന നെയ്യാത്താറ്, ജനങ്ങളെ കൊണ്ടെടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഹമേത്ത് ലോകം കെ സാത്ത് ചെൽന നെയ്യാത്താണ്, നമുക്ക് ജനങ്ങളെ കൂടെ നടക്കാൻ അറിയില്ല എന്നാണ്. കൊണ്ടിറക്കലല്ല, പിന്നെന്താണ്? ഓരെ കൂടെ നടക്കുക, കൂടെ നടന്ന് ഓരെ സ്നേഹിച്ച് ഓരെ ഖൈറിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് മയമായ പെരുമാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് ദഅവത്ത് എല്ലാവരുടെ മേലും ഉത്തരവാദിത്തമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഉത്തമ സമുദായമാണ് ഇരിക്കുന്നതൊക്കെ എല്ലാവരും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണെന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ഉമ്മത്തിന്റെയും പണിയാണെന്ത്? ഇനി ഈ പണി എടുക്കേണ്ടത് ഖിയാമത്ത് നാൾ വരെ ദീൻ എത്തിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്നേഹത്തിൽ ദഅവത്ത് ചെയ്യണം. ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ നിരയിലുള്ള മരണം അല്ലാഹു തആല തരും. കാരണം എപ്പോഴും നമുക്ക് അള്ളാന്റെ ഓർമ്മ ഉണ്ടാവും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കൂട്ടുകാരനോട് പറഞ്ഞു, അവിടെ പറഞ്ഞു, ഫോൺ വിളിച്ചു മോനോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, പീടിക സാധനം വാങ്ങാൻ വേണ്ടി കയറി അവനോട് പറഞ്ഞു. സ്നേഹത്തിൽ പറഞ്ഞാൽ മതി. മാഷാ അല്ലാഹ് അവിടെ ചെയ്യല ഇൻഷാ അല്ലാഹ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ ആരാണുള്ളത് എന്നതിന്റെ അർത്ഥം എന്താണ്? ആരും ഇല്ല. ഇസ്തിഫാമെ ഇൻകാരി എന്നാണ് ഇത് പറയുന്നത്. നിഷേധത്തിന്റെ ഇസ്തിഫാം, ചോദ്യം, നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇസ്തിഫാമെ ഇൻകാരി എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നത്. നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള, എന്ന് വെച്ചാൽ ആരുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണുള്ളത്? വഅമില സാലിഹൻ, വെറും ദഅവത്ത് മാത്രമല്ല പിന്നെ സാലിഹായ അമലുകളും ചെയ്യും. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് അഭിമാനത്തോടെ പറയാം. ഉഡ്ഡി നമുക്ക് അഭിമാനം ഉണ്ടാവണം. നിന്നെ അല്ലാഹു എന്താക്കി? മുസ്ലിമാക്കി. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാന ഇലൽ ഇസ്ലാം. പഴയ ഉസ്താമാരൊക്കെ ദുആർക്കൽ അങ്ങനെയാണ് അല്ലേ? ദുആ തുടങ്ങലെന്ന് അങ്ങനെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി കഴിഞ്ഞിട്ടില്ല. പഴയ പള്ളിയിലൊക്കെ നിസ്കാരത്തിന് ശേഷം ദുആർക്കൽ അങ്ങനെയാണ്. ഇപ്പൊ എന്നെ പോലത്തെ കാര്യനോടാണ് അത് മാറിപ്പോയത്. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ. അൽഹംദുലില്ലാഹ് സർവ്വസ്തുതി അല്ലാഹ്ക്കാണ്. അൻഅമ അലൈനാ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്തു. ബിൽ ഈമാൻ, എന്തുകൊണ്ട്? ഈമാൻ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി. വഹദാനാ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്തു? മാർഗം കാണിച്ചു തരികയും ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. നമ്മളെ ജോലിക്കാരനാക്കിയതോ നമ്മളെ പൈസക്കാരനാക്കിയതോ നമുക്ക് വീടൊന്നതൊന്നുമല്ല അനുഗ്രഹം. എന്താ ഏറ്റവും വലിയ അനുഗ്രഹം?
ഇസ്ലാമിലേക്ക് ഹിദായത്തിട്ട് ഈമാൻ കിട്ടി എന്നുള്ളതാണ്. അവിടെ നമുക്ക് എപ്പോഴും അഭിമാനം ഉണ്ടാവണം. ഇന്ന അള്ളാഹ് എന്താക്കി മുസ്ലിം. ഒരു സ്ഥലത്തും നമ്മൾ ചൂളാൻ പാടില്ല. ഒരു സ്ഥലത്തും ഏത് ഫംഗ്ഷനിൽ എവിടെ ആയാലും ഞാൻ മുസ്ലിമാണെന്നുള്ളതിൽ നമുക്ക് എന്തുണ്ടാവണം? അഭിമാനം ഉണ്ടാവണം. അതിന്റെ അർത്ഥം മറ്റൊന്ന് നെഞ്ഞത്ത് കയറാന്നൊന്നുമല്ല. അതിന്റെ അർത്ഥം നമ്മൾ അൽഹംദുലില്ലാഹ് എനിക്ക് ഈമാൻ തന്നു, ഇതിനേക്കാളൊക്കെ വലുത് എന്താണ്? ഈമാനാണ്. ഓൾക്ക് ഒക്കെ കൊടുത്തില്ലെങ്കിലും അള്ളാഹുക്ക് ഈമാൻ തന്നല്ലോ, എനിക്ക് അതന്നെ വലിയ കാര്യം. ഈമാന്റെ നിശാനി, ഈമാന്റെ അടയാളങ്ങളാണ് എന്ത്? ഞാൻ മുസ്ലിമാണെന്നുള്ള അടയാളാണ്, ഞാൻ അനുസരണമുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാൻ പോകും. ഞാൻ അള്ളാന്റെ ഹറാമ് കണ്ടാൽ ഞാൻ വിട്ടുക്കും, ഞാൻ അതിന് കൂടി കൊടുക്കൂല, ഞാൻ അതിനില്ല. മാഷാ അല്ലാഹ് നിങ്ങൾ നടത്തിക്കൊള്ളു, ഞാനില്ല, ഞാൻ മുസ്ലിമാണ്. ചെയ്യൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹ് ചെയ്യാൻ നോക്കുകയും